ആർക്കും നടനാവാമെന്നൊക്കെ അത് ചുമ്മാ തോന്നല, നടക്കുന്ന കാര്യമല്ല. അത് ഞാൻ എഴുതി വെച്ച് തരാം. ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളത്? ഞാൻ കുറച്ച് നാൾ മുമ്പ് ജനിച്ചു, ഇത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. എല്ലാം ഞാൻ ചെയ്യുന്നത്, എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അവരെ മൊമെൻറ്റ് പലപ്പോഴും പറഞ്ഞു നമ്മുടെ മുഖത്ത് വരണം. മുഖത്തല്ല വരേണ്ടത് അഭിനയം, മനസ്സിലാണ് വരേണ്ടത്. നമസ്കാരം സർ. നമസ്കാരം. കുട്ടേട്ട എന്നുള്ള വിളിയിലാണ് മലയാള സിനിമയും ഈ നാടും എല്ലാം പരിചയമായിട്ടുള്ള ആൾ. കുട്ടേട്ട എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. പിന്നെ സന്തോഷമല്ലേ. പിന്നെ വീട്ടിലെ വിളിക്കുന്നത്, നാട്ടിൽ ഇപ്പം എല്ലാവരും ഇപ്പം സെറ്റിലെല്ലാം മാത്രമല്ല പ്രേക്ഷകനും വിളിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴും ആൾക്കാർ കുട്ടേട്സ് എന്നൊക്കെ വിളിക്കും. വലിയ സന്തോഷമല്ലേ. പിന്നെ മലയാള സിനിമയിൽ എല്ലാ കാലത്തും ഒരു കുട്ടേട്ടനും ഉണ്ടായിരുന്നു. ബാലരാമവർമ്മ, പുള്ളി അദ്ദേഹം കുട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ. പിന്നെ ആനന്ദക്കുട്ടൻ, ക്യാമറാമാൻ ആനന്ദക്കുട്ടൻ. അങ്ങനെ എല്ലാ കാലത്തും ഒരു കുട്ടൻ ഉണ്ടാവും. അപ്പം ആ വിടവ് നികത്താൻ വേണ്ടി ഇടയ്ക്ക് വന്നൊരു കുട്ടനാണ് ഞാൻ വിചാരിച്ചാൽ മതി. കഴിഞ്ഞ വർഷം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ 42-43 വർഷത്തെ ആർട്ടിസ്റ്റ് ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ളൊരു വർഷമായിരുന്നു. അല്ല, എനിക്ക് എല്ലാ വർഷവും സന്തോഷം തന്നെയാണ്. അല്ല, സിനിമയിൽ വന്നതിനല്ലേ വലിയ സന്തോഷമല്ലേ. സിനിമയിൽ ഒരു ആക്ടറായിട്ട് ജീവിക്കുന്നതിലുള്ള സന്തോഷം എനിക്കുള്ളത്. സിനിമ മാത്രമല്ല, ഞാൻ നാടകത്തിലാണെങ്കിലും ശരി, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇയാൾ കൊള്ളാമെന്നൊക്കെ 40-42 വർഷമായിട്ട് ഇങ്ങനെ പല തലമുറകളിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തലമുറ വരെ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. വലിയ കാര്യമല്ലേ. അതാണ് എന്നെ മുന്നോട്ട് നിലനിർത്തുന്നത്. എനിക്ക് ഈ പറഞ്ഞ അവാർഡുകളെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് പ്രേക്ഷകൻ്റെ നമ്മളോടുള്ള ഇഷ്ടമില്ല, അതല്ലേ നമ്മളെ നിലനിർത്തുന്നത്. ഇപ്പോൾ അവാർഡ് കിട്ടിക്കൂടി വന്ന ഒരു 1-2 ആഴ്ച അതൊരു സംസാര വിഷയമാകും, അത് കഴിഞ്ഞ് തീർന്നില്ലേ. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ എത്ര പേര് നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്? സലീം കുമാർ, അല്ല ആദ്യം പോലെ പി ആന്റണി സാറുണ്ട്, പിന്നെ ഗോപിച്ചേട്ടൻ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബാലങ്കര നായർ, ഇപ്പം സലീം കുമാറുണ്ട്, സുരാജ് വെഞ്ഞാറമ്മൂട്, ഇന്ദ്രൻസ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച കഴിയുമ്പോൾ ആൾക്കാർ മറന്നു. പക്ഷെ നമ്മുടെ സിനിമകളെന്നും ആൾക്കാർ കാണുന്നു, പുതിയ പുതിയ സിനിമ വരുന്നു, അതിനകത്ത് വ്യത്യസ്തമായ വേഷം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആൾക്കാർ വിളിക്കുമല്ലോ. ഒരു കൊച്ചു കുട്ടി തന്നെ ഒരു പൂച്ചെണ്ട് മുതൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് വരെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. രണ്ടും ഞാൻ ഒരുപോലെ തന്നെ കാണുന്നത്. എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോൾ ഈ അവാർഡെന്ന് പറയുമ്പോൾ ഒരു 5-10 പേര് കൂടി നിന്ന് കമ്മിറ്റി കണ്ട് തീരുമാനിക്കുന്നു അല്ലേ. മറ്റേത് അതല്ലല്ലോ. പ്രേക്ഷകൻ്റെ ഈ പറഞ്ഞ സിനിമ, ഇപ്പോൾ കിഷ്കിന്ദ കണ്ടാണെങ്കിലും പൂക്കാലം, ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം റൈഫിൾ ക്ലബ്ബ്, ഇതൊക്കെ കണ്ട് ആൾക്കാർ വിളിക്കുമ്പം അത് ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിലനിർത്തുന്നത്. ഇത്രയും സിനിമകൾ പല പല ക്യാരക്ടേഴ്സ് ചെയ്ത് ഇപ്പോഴും മലയാള സിനിമയിലെ വേഴ്സറ്റൈൽ ആക്ടർ എന്നൊരു പേര് ഉണ്ടോ? അത് ഉണ്ടായിക്കൊള്ളാം, ഉറപ്പായിട്ടും. അത് ഏറ്റവും ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ളത്. ഓരോ ക്യാരക്ടറും ഓരോന്നായിട്ട് കാണുക. നമ്മുടെ മുന്നിൽ അല്ലാതെ ഇൻ്റർവ്യൂസിന് മുന്നിൽ കാണുന്ന ആൾ സാധാരണ വേറൊരു മനുഷ്യനായിട്ടും കാണുക. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അപൂർവമായി സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നതല്ല, അത് സംഭവിക്കുന്ന കാര്യമല്ല, ഞാൻ സംഭവിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നല്ലേ. അല്ല, ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ എൻ്റെ അതങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നാടകത്തിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. അത് അച്ഛൻ എന്ന് പറഞ്ഞൊരു എൻപിള്ള എന്ന് പറഞ്ഞൊരു ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരു ആക്ടിങ്ങിലും നാടകത്തിലൊക്കെ എൻ്റെ ജീവിതത്തിലൊക്കെ അത് എല്ലാ തലത്തിലും. ഞാനിപ്പോൾ കോളേജിൽ പഠിച്ചു, ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചു. അതിനൊക്കെ ഉപരിയായിട്ട് എൻപിള്ള എന്ന് പറഞ്ഞ ആളിൻ്റെ മകനായിട്ട് ജനിക്കാൻ പറ്റിയതും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റിയതും, പിന്നെ അദ്ദേഹം ഏത് കലാരൂപത്തിലായിരുന്നു അല്ലെങ്കിൽ ഏത് മാധ്യമത്തിലായിരുന്നു അതേ മാധ്യമത്തിൽ എനിക്ക് പിന്തുടരാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. മാത്രമല്ല അച്ഛൻ്റെ അഭിനയത്തിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള അറിവുകളും ഒക്കെ ഞാൻ കേട്ട്, എന്നെ പഠിപ്പിച്ചതല്ലല്ലോ, ഞാൻ പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അനുഭവമല്ല എനിക്കുള്ളൂ. പിന്നെ ചിറ്റ, അച്ഛൻ്റെ സിസ്റ്റർ, ഒരു അസാമാന്യമായ കഴിവുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു. ഒരു വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. ആൾ വളരെ ചെറുതാണ്,
40-45 കിലോയേ ഉള്ളൂ മൊത്തം ആളിൻ്റെ വലിപ്പവും വെയിറ്റ്. പക്ഷെ അവരത്ഭുതമാണ് സ്റ്റേജിൽ. ഒരു കഥാപാത്രം നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു കഥാപാത്രം. അത്ര വ്യത്യസ്തമായിട്ട് ക്യാരക്ടേഴ്സിനെ നമുക്ക് പ്രതീക്ഷിക്കുക ആ ആളാണോ ഇയാളെന്ന് തോന്നും. പിന്നെ നമ്മുടെ കൊണ്ട് അഭിനയിച്ച നടീനടന്മാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കൊല്ലം ശങ്കർ, ചവറ വി പി, ഉർവശിയുടെ അച്ഛൻ വി പി നായർ, അദ്ദേഹം, പിന്നെ ജോസ് പ്രകാശ് ചേട്ടൻ, വാണക്കുറ്റി ആശാൻ, മരടി ജോസഫ്, MS വാര്യർ എന്ന് വേണ്ട പ്രഗത്ഭരായ മലയാളത്തിൽ എത്രയോ നടീനടന്മാർ നമ്മുടെ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഒരു കഥാപാത്രങ്ങളെ ഓരോരുത്തരും സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടതല്ലേ. എങ്ങനെയാണ് ഹൗ ടു മേക്ക് എ ക്യാരക്ടർ എന്നുള്ളത് ഞാൻ വായിക്കുന്ന വായനയിലൊരു പഠിത്തമുണ്ടല്ലോ, അതല്ലാതെ നമ്മൾ കാഴ്ചയിൽ കണ്ട് എങ്ങനെയാണ് ഒരാൾ മാറുന്നത്, ഇയാളെങ്ങനെ അങ്ങനെ മാറുന്നു, അതെങ്ങനെ കുറേ ദിവസം ഇപ്പോൾ റിഹേഴ്സൽ സമയത്ത് അച്ഛൻ ഈ കഥാപാത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് രൂപാന്തരപ്പെട്ടിങ്ങനെ മാറി ആ മനുഷ്യനല്ലാതെ മറ്റൊരു കഥാപാത്രമായിട്ട് നമുക്ക് അയാളെ കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ എനിക്ക് അത്ര ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ട ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ നല്ല കഥാപാത്രങ്ങൾ വന്നെത്തുക എന്നുള്ള വലിയ ഭാഗ്യമാണ്. ഇപ്പം ഞാൻ ഒരു 18 വയസ്സ് ഉള്ള സമയത്ത്, അതെ, ഞാനന്ന് നാടകത്തിൽ പ്രൊഫഷണലായില്ല, ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പം അന്ന് ഞങ്ങളുടെ നാടകങ്ങളുണ്ട് അന്ന് അച്ഛന്. അപ്പം ഞാൻ വല്ല അസുഖമൊക്കെ വന്ന് പകരക്കാരനായിട്ട് കയറുക, അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ 10-12 വയസ്സ് ഞാൻ ഒരു ക്യാരക്ടറൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്നു. അയാൾ അഭിനയിക്കുന്ന കഥാപാത്രം എന്ന് വെച്ചാൽ ഒരു 65 വയസ്സുള്ള കുന്നംകുളത്തുള്ള ഒരു ഇട്ടൂപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതൊരു കല്യാണത്തിന് ദല്ലാളാണ്, ഇടനിലക്കാരനാണ്. ആ നാടകമാണ് കാബാലിക എന്ന് പറയുന്ന നാടകം. അത് വളരെ പ്രസിദ്ധമായ നാടകം. അതിങ്ങനെ ദിവസവും 365 ദിവസവും ഏതാണ്ട് ഒരു 3-4-5 വർഷത്തോളം അടുപ്പിച്ച് കളിച്ചു. എല്ലാ ദിവസവും നാടകം. അന്ന് ഈ പറഞ്ഞ പോലെ ഓപ്പൺ എയർ അല്ല, ടിക്കറ്റ് വെച്ചാണ്. അതായത് നാടകം പൈസ കൊടുത്ത് കാണേണ്ട ഒരു കാര്യമാണ്, ഒരു കലാരൂപമാണെന്നുള്ള സങ്കല്പമുള്ള കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലമല്ല അത്. അപ്പം അന്ന് അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം വന്നു. മരടി ജോസഫ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ഗംഭീരമായിട്ട് ആക്ടറാണ്. അങ്ങനെ ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അപ്പോൾ അങ്ങേര് ഒരു ദിവസം പെട്ടെന്ന് അസുഖം വന്നപ്പോൾ ഞാനന്ന് കോളേജിൽ നിന്ന് ശനിയാഴ്ച പറ്റാം, ഞാനൊന്ന് ചേർത്തല SM കോളേജാണ് പഠിക്കുന്നത്, പ്രീ ഡിഗ്രിക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറയാം വെറുതെ നാളെ, അങ്ങനെ എന്നെ വെറുതെ വണ്ടിയൊക്കെ കയറ്റിയതാണ്. വഴിക്ക് വെച്ചാണ് അറിയുന്നത് ഇങ്ങേര് വരില്ല, ഇങ്ങേർക്ക് സുഖമില്ല, വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് പറയും, എന്താ നീ അഭിനയിക്കും? ഞാൻ അഭിനയിക്കും. ഒന്നാമത്തെ കാര്യം ഇത്രയും പ്രായമുള്ളൊരു ക്യാരക്ടർ, പിന്നെ കുന്നംകുളം ഭാഷ, പിന്നെ പ്രായം, എനിക്കത്ര അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഈ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ഇവിടുന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് എന്നോട് സംസാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിച്ച് അന്ന് നാടകം കളിച്ചിട്ട് ആരും അറിഞ്ഞില്ല ഇങ്ങനെ വേറൊരാളാണെന്ന് അറിഞ്ഞില്ല. എല്ലാവരുടെയും ബാക്കിയുള്ള കഥാപാത്രങ്ങളും നാടകത്തിൻ്റെ ഒരു അന്നത്തെ ഒരു ഹൈക്ക് ഉണ്ടല്ലോ, അതിന് എന്നെയും ഗംഭീരമായിട്ട് ആൾക്കാർ ഞാൻ വന്നപ്പോഴും കൈയടിക്കുന്നു, ചിരിക്കുന്നു, ഞാൻ ഡയലോഗും ചിരിക്കുന്നു. അപ്പോൾ അത് അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റി, അന്ന് 18 വയസ്സിൽ. അപ്പോൾ അന്നത്തെ ആ എക്സ്പീരിയൻസിൻ്റെ ഒരു തുടർച്ചയുണ്ട് എനിക്ക്. ഞാനതൊരിക്കലും അതിൽ നിന്ന് മാറിയിട്ടില്ല. അതിന് മാത്രമാണ് എൻ്റെ ജീവിതം. അപ്പോൾ അങ്ങനെ ഞാനീ പറഞ്ഞ മാതിരി ഇങ്ങനെ പോളിഷ് ചെയ്ത് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പം അന്നും ഞാൻ അഭിനയിച്ചിരുന്നു, ഇപ്പോഴും ഞാൻ അഭിനയിക്കും. ഇപ്പം 100 വയസ്സുകാരൻ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു എന്തോ മല മറിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തോന്നാത്ത കാര്യം ഇതാ, എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. പക്ഷേ അതിനുവേണ്ടി എൻ്റെ എപ്പോഴും ജീവിതത്തിൽ വേറെ ഒന്നുമില്ല എനിക്ക്. എൻ്റെ എപ്പോഴും ഉറക്കത്തിലും ഉറക്കത്തിലൊക്കെ എപ്പോഴും അഭിനയവും നാടകവും ഒക്കെ തന്നെയാണ് എൻ്റെ. നാടകം ഇപ്പോൾ സിനിമയാണെങ്കിൽ എൻ്റെ വായിൽ വരുന്നത് നാടകം എന്നല്ലേ വരുന്നത്. അതെന്ത് കാര്യം അതാ, അത്രമാത്രം നാടകമായിട്ട് ഞാൻ അറ്റാച്ച്ഡാണ്. പിന്നെ നാടകത്തിൻ്റെ അഭിനയ രീതിയും സിനിമയുടെ അഭിനയ രീതിയും വ്യത്യാസമുണ്ട്. അത് രണ്ട് മീഡിയയാണ്. മറ്റേത് സ്ട്രെയിറ്റ് നമ്മൾ നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ അംഗവിക്ഷേപങ്ങളും ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ വ്യത്യാസമുണ്ട് മീഡിയയുടെ വ്യത്യാസം അനുസരിച്ച്. ഇപ്പം പൂക്കാലം എന്ന് പറഞ്ഞ കഥാപാത്രം, അതേ കഥാപാത്രം ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചാൽ സംഗതി ഇതൊക്കെ തന്നെയായിരിക്കും, 100% ഇതായിരിക്കും. പക്ഷേ പ്രേക്ഷകരിലേക്ക് എത്തണം, അതിൻ്റെ ചെറിയ പ്ലസ്സും കൂടി ഉണ്ടാവും അതിനകത്ത്. അതെന്താണെന്ന് പറയാൻ പറ്റില്ലത്, നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പം ഞാനും കിഷ്കിന്ധാകാന്ഡത്തിനകത്തെ ഈ പറഞ്ഞ മാതിരി അധികം ഡയലോഗൊന്നും, മാനസിക വികാരങ്ങൾ, അയാളുടെ ചെറിയ നോട്ടങ്ങളും
ഇതൊക്കെയാണുള്ളത്. ഇത് സിനിമയിലാകുമ്പം എൻ്റെ കണ്ണ് ഇങ്ങനെ ഒരു ലുക്ക് വരുന്നത് വരെ സിനിമയിൽ കാണാൻ പറ്റും, നാടകത്തിൽ കാണിക്കാൻ പറ്റില്ല. അപ്പം നാടകത്തിന് അതിന് വേറെ പ്രയോഗങ്ങളുണ്ട്. സെയിം തന്നെ, അതേ കഥാപാത്രമായിട്ട് തന്നെ പ്രേക്ഷകർ തോന്നും. അതാണ് ടെക്നിക്സ്. സ്റ്റേജിലെ ടെക്നിക്സ് ഇതുവരെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് അത് അറിഞ്ഞിരിക്കണം. നടൻ ഉള്ളിൽ വിചാരിക്കുന്ന വിചാരങ്ങളൊക്കെ പുറത്തേക്ക് പറയാതെ തന്നെ വരുന്നു എന്നൊരു കാര്യമാണ് കിഷ്കിന്ധയിൽ ഉൾപ്പെടെ പൂക്കാലത്തിലുൾപ്പെടെ അതെല്ലാം. അങ്ങനെയാണ് സിനിമ എന്നല്ല, അഭിനയം എന്ന് പറഞ്ഞത് ഒരിക്കലും പലപ്പോഴും നമ്മുടെ മുഖത്ത് വരണം. മുഖത്തല്ല വരേണ്ട അഭിനയം, മനസ്സിലാണ് വരേണ്ടത്. മനസ്സിലുണ്ടാകുമ്പോൾ മുഖത്ത് വന്നോളും. നമ്മുടെ മനസ്സിൽ ഉള്ള വികാരങ്ങളാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത്. അഭിനയം മുഖം കൊണ്ട് അഭിനയിച്ചാൽ അഭിനയമാകുമല്ലോ. അത് മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് മുഖത്തുണ്ടാകുന്നത്. നമ്മുടെ കണ്ണിലാണെങ്കിലും ശരി, നമ്മുടെ ഈ ഭാഗത്താണെങ്കിലും ശരി. ഇപ്പം മുഖത്ത് മാത്രം 152 മസിൽസ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യത്യസ്തമായ ചലനങ്ങൾ കൊണ്ടാണ് ഭാവങ്ങൾ തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഈ ഭാവങ്ങൾ അങ്ങനെ തോന്നണമെങ്കിൽ ആ ഭാവം നമ്മുടെ മനസ്സിൽ വരണം. മനസ്സിൽ ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റേത് കാണിക്കലാകും. അതാണ് നമുക്ക് ചിലപ്പം ചിലർക്ക് അഭിനയിക്കാം, അത് കാണിക്കലായിട്ട് എന്തോ ഒരു കുഴപ്പം തോന്നും പ്രേക്ഷകന്. ആ കുഴപ്പം എന്താ വെച്ചാൽ കാണിക്കലാണ്, ഒരു പെർഫോം ചെയ്യുന്നു എന്ന് തോന്നും. അതാണ് പെർഫോമർ എന്നൊക്കെ പറഞ്ഞു. അത് ചില ഒരു സാധാരണ ഇപ്പോൾ ഈ എല്ലാ കഥാപാത്രവും അഭിനയിക്കുമ്പോഴും നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് കഥാപാത്രത്തിന് ഇമോഷനാക്കി തീർക്കും നമ്മൾ. അല്ലാതെ നമ്മളാ കഥാപാത്രമാകുമൊന്നുമല്ല. അങ്ങനെ പലരും പ്രയോഗിക്കാറുണ്ട്. എൻ്റെ വികാരങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കുണ്ടാകുന്ന സങ്കടം തന്നെ ആ വൃദ്ധനായ 100 വയസ്സുള്ള അപ്പൂപ്പനുണ്ടാകുന്നത്. പക്ഷേ ആ അപ്പൂപ്പനുണ്ടാകുന്നത് വേറെ രീതിയിലായിരിക്കും അയാൾ പുറത്തോട്ട് വരുന്നത്. എനിക്ക് സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും, എൻ്റെ തൊണ്ട പൊട്ടും, ഞാൻ ചിലപ്പോൾ വെറും ബ്ലാങ്ക് ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ അതേ ഇമോഷൻ ഞാൻ ഈ അപ്പൂപ്പനിൽ വരുത്തുമ്പോൾ ഞാൻ വേറെ രീതിയിലാണ് അതിനെ പുറത്തോട്ട് വിടുന്നത്. പക്ഷേ ആ ഇമോഷൻ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ആ ദുഃഖം അല്ലെ ആ മാനസിക വ്യവഹാരം ഉണ്ടല്ലോ, അതെന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ അപ്പൂപ്പൻ മകള് മരിച്ചിട്ട് ഞാൻ വരുന്നൊരു ഇതുണ്ട്. മകളാ ഭാര്യ മരിച്ചതെന്ന് വിചാരിച്ചാണ് വരുന്നത്. അന്ന് മകളാ മരിച്ചെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഷോട്ട് എടുത്തപ്പോൾ കുട്ടിയുടെ നന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും എടുക്കാം, കുട്ടിയുടെ വേണ്ട, ഞാൻ ഇല്ല ഒന്നും എടുക്കണമെന്ന് പറഞ്ഞു. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഷോട്ട് എടുത്തപ്പോൾ നന്നായിരുന്നു, എനിക്ക് തന്നെ അറിയാം നന്നായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു, കണ്ടമാനം കണ്ണൊഴുകുന്നുണ്ടായിരുന്നു. ഒരു 100 വയസ്സുള്ള ആളിന് കണ്ണിൽ നിന്ന് അത്രയും കണ്ണുനീര് വരില്ല. നമ്മുടെ സെക്രീഷനൊക്കെ കുറയും പ്രായമാകുമ്പോൾ. ഈവൻ നമ്മുടെ തുപ്പൽ പോലും കുറയും. ഗ്രന്ഥികളിലൊക്കെ പ്രവർത്തനങ്ങൾ കുറയല്ലേ പ്രായമാകുമ്പോൾ. കണ്ണുനീരങ്ങനെ വരില്ല. നോക്കിക്കോളൂ, വലിയ പ്രായമുള്ളൊരു കുടുകുടാന്ന് ഒഴുകലും, കണ്ണൊന്നും നിറയും, ചെറിയ ഒഴുക്കോളും. കുട്ടികൾ കരയുന്ന പോലെയോ അല്ലെ ചെറുപ്പക്കാർ കരയുന്ന പോലെയോ ആയിരിക്കില്ല. അപ്പോൾ കുടുകുടാന്ന് ഒഴുകില്ല എന്ന് വെച്ചാൽ സെക്രീഷൻ അത്രയില്ല. മനസ്സിലായോ? അപ്പം രണ്ടാമത് ഞാനത് ആ ഇമോഷൻ എനിക്ക് ഉണ്ടാകുകയും വേണം, എൻ്റെ കണ്ണത്രയും നിറയുകയും ചെയ്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ നിമിഷവും ഞാൻ ആലോചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്കിങ്ങനെ അങ്ങനെ കഥാപാത്രമായി തീരുന്ന പരിപാടിയൊന്നുമല്ല. എല്ലാം ഞാൻ ചെയ്യുന്നത്, എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, എവരി മൊമെൻറ്റ് എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. നല്ല കഥാപാത്രമായി തീരുകയല്ല. ബട്ട് അതിനൊരു ഫ്ലോ ഉണ്ടാകും. ഞാൻ ആ ക്യാരക്ടറിലേക്ക് ഞാനൊക്കെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യേണ്ട കാര്യമില്ല. എനിക്കതിനൊരു ഓർഡർ ഉണ്ടാവും. എനിക്കതിൻ്റെ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാന്തിക വലയമുണ്ട്. ആ കാന്തിക വലയത്തിൽ ഞാൻ പെടുക, ഞാൻ എന്നെ പെടുത്തുക. ഞാനെന്ന വിജയരാഘവനെ. അപ്പോൾ ആ വിജയരാഘവൻ തന്നെയാണ് അത് ചെയ്യുന്നത്, വിജയരാഘവൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഓരോ നിമിഷവും. അത് പക്ഷേ അത് ഞാൻ ഓരോന്ന് പെട്ടെന്ന് അങ്ങനെ ഒന്നിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. എനിക്കതിൻ്റേതായ ഒരു സ്വാധീനമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ മലയാളികൾ ദേശാടനത്തിൽ കണ്ട് അതിശയപ്പെട്ടിട്ടുണ്ട്. ദേശാടനത്തിലോ ഇതൊക്കെ തന്നെ. ദേശാടനത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കരയാൻ വേണ്ടി സാധാരണ ഇപ്പം സിനിമയിലൊക്കെ നമ്മൾ എത്ര റിയലിസ്റ്റിക്കാന്ന് പറഞ്ഞാലും ശരി, ചേട്ടാ റെഡിയായോ, പെട്ടെന്ന് റെഡിയാ. അപ്പോൾ വന്നിരിക്കുമ്പം ഒരു ദുഃഖമുള്ള സംഭവമായിരിക്കും, അതിൻ്റെ പകുതിക്കലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അന്നേരം പകുതിക്ക് ചിലപ്പോൾ കണ്ണ് പകുതി നിറഞ്ഞിരിക്കുകയായിരിക്കും, ബാക്കിയായിരിക്കും പറയേണ്ടത്. അപ്പോൾ അന്നേരം എന്ത് വേണം, പകുതി നിറയ്ക്കണമെങ്കിലോ ഗ്ലിസറിൻ ഉപയോഗിക്കും. ഗ്ലിസറിൻ ഉപയോഗിച്ച് നമ്മൾ കണ്ണൊക്കെ ഇവിടെയൊക്കെ തൂത്ത് ബാക്കി കണ്ണിനകത്ത് മാത്രം ഗ്ലിസറിൻ ആക്കിയിട്ട് റെഡി
എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ ചെയ്യും. കണ്ണ് നിറഞ്ഞിടം വരെ മുമ്പേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ളത് ഈ ഷോട്ടിലാണ്. അപ്പോൾ നമ്മളെന്തായി കണ്ണ് നിറച്ച് വയ്ക്കും. പക്ഷേ ദേശാടനം എന്നുള്ള സിനിമയിൽ ഞാൻ ഗ്ലിസറിനേ ഉപയോഗിച്ചിട്ടില്ല. എനിക്കതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് പറ്റുമായിരുന്നു. അതൊരു ഞാൻ ചില സിനിമയുടെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ നമ്മളുമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ പറ്റും. അത് ട്രിഗർ ചെയ്യുന്നത് ഒരു സിനിമയിൽ തന്നെ പല ഇമോഷൻസ്, അതായത് അച്ഛനായും ഭർത്താവായും മകനായും ഒരേ സിനിമയിൽ, അത് ദേശാടനത്തിലൊരു ഭയങ്കര അതിശയമുള്ള കാര്യമായിരുന്നു. അതെല്ലാ മനുഷ്യന്മാരും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. ഞാനിപ്പം ഭർത്താവാണ്, അച്ഛനാണ്, ഈ വീട്ടിൽ അപ്പൂപ്പനാണ്. 2 വയസ്സുള്ള കൊച്ചുമോൻ മുതൽ 12 വയസ്സുള്ള കൊച്ചുമോൻ വരെ ഉണ്ട് എനിക്ക്. ഈ 2 വയസ്സുള്ള കൊച്ചുമോനോടും 4 വയസ്സുള്ള കൊച്ചുമോളോടും 7 വയസ്സുകാരൻ കൊച്ചുമോനോടും 12 വയസ്സുകാരനോടും ഞാൻ വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 വയസ്സുകാരനോട് പെരുമാറുന്ന പോലെ അല്ലല്ലോ ഞാൻ 5 വയസ്സുള്ള കുട്ടിയോട് പെരുമാറുന്നത്. അതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ആ സിനിമയിലൊക്കെ അതൊക്കെ തന്നെ. 90കളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അതേ ആ ഒരു പീരീഡിൽ തന്നെയാണ് മേലെപ്പറമ്പിലെ ആൺവീട് ചെയ്ത് ഹ്യൂമർ ചെയ്യുന്നത്. അതുപോലെ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നത് ഈ ഒരേ ഇപ്പോൾ 90കളിലാണെന്ന് തോന്നുന്നു. അത്രയും എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ടെങ്കിലും 90കളിൽ അത്രയും വൈവിധ്യം ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുമ്പോൾ ഈ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പൊതുവേ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ അഭിപ്രായം, എൻ്റെ നാടക എക്സ്പീരിയൻസ്, നാടകവും അതുകൊണ്ടാണ്. പിന്നെ ഞാനിത് മാത്രമാണ്, ഞാൻ വേറെ ഇപ്പം ചില പറയും സിനിമയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അറിയാനും മേല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല സിനിമയില്ലാതെ. സിനിമ നല്ല അഭിനയം ഇല്ലാതെ. സിനിമ അഭിനയം എനിക്കില്ലെങ്കിൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും, നാടക അഭിനയം ഇല്ലെങ്കിൽ ഞാൻ സീരിയൽ അഭിനയിക്കും, സീരിയലില്ലെങ്കിൽ ഞാൻ തെരുക്കൂത്തെങ്കിലും കളിക്കും, വഴിയരിയിൽ പോകുന്നെങ്കിലും അഭിനയിക്കും. എനിക്ക് അത് എൻ്റെ ജോലിയായിട്ടത്. അപ്പോൾ അതൊരു അങ്ങനെ ഒരു സ്വഭാവം ആണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അതിൻ്റെ മാനറിസംസ് ഒക്കെ പലപ്പോഴും സ്വന്തമായിട്ട്. 90കളിലെ സംബന്ധിച്ച് ഞാൻ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, ആ ഒരു അതായത് ഷാജിയുടെ ആദ്യ പടം ന്യൂസ്, അതുപോലെ ഞാനുണ്ട്. ന്യൂസ്, തലസ്ഥാനം, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, കമ്മീഷണർ, ഏകലവ്യൻ, കിങ്, ഒരു അടുപ്പിച്ച് കുറച്ച് എല്ലാ സിനിമയും ഞാനുണ്ട്. ഇതൊക്കെ എഴുതിയത് രഞ്ജി പണിക്കരാണ്. അപ്പോൾ രഞ്ജി പണിക്കരും ഞാനും ഷാജിയൊക്കെ അപ്പം നല്ലൊരു, അപ്പോൾ എനിക്ക് അവരോട് കുറച്ച് ഓപ്പണായിട്ട് പറയാമെന്ന ഒരു സുഹൃത്ത് ബന്ധമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ആ റോൾ അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ കാര്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജയറാടിക്കറി തന്നെ ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ രഞ്ജിയോട് പിടിച്ച് മേടിച്ച് ഇറന്ന് വാങ്ങിച്ച റോളാണ്, എനിക്കത് വേണ്ട, മറ്റേ റോളാണ് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസ് വേഷം എനിക്ക് വെച്ചിരുന്നത്. അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ചോദിക്കുമ്പോൾ രഞ്ജി അത് പറയുമ്പം കൃത്യമായിട്ട് അതിനെപ്പറ്റി നമ്മളോട് പറയുമ്പോൾ നമുക്കത് തിയേറ്ററിൻ്റെ ഹെഡ് എന്ന് പറയും, നമ്മുടെ തലച്ചോറിൽ ആ ക്യാരക്ടർ ഉണ്ടാവും. ഒരാളെപ്പറ്റി അയാൾ എങ്ങനെയായിരിക്കും, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാളുടെ സ്വഭാവം അതാണ്, അയാൾ മറ്റവരാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഫിഗറിനല്ല, എൻ്റെ പ്രായത്തിന് ഇതല്ലല്ലോ. അപ്പം ആ പ്രായത്തിൽ എങ്ങനെയായിരിക്കും അയാൾ? ഇഫ് ഐ ആം, ഞാനങ്ങനെ അവസ്ഥയിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ആലോചിക്കും. പക്ഷേ ഞാനല്ലല്ലോ അത്. വിജയരാഘവൻ 60 വയസ്സാകുന്ന ആളല്ല. ഈ കറിയ എന്ന് പറഞ്ഞ ആളാ. ആ കറിയ ആരാ? അയാൾ എവിടെയാണ് ജീവിച്ചത്? അയാൾ എവിടെയാണ് വളർന്നത്? അയാളുടെ സാഹചര്യം എന്തൊക്കെയായിരുന്നു? അയാൾ ഇത്രയും ബോൾഡാവാൻ കാരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആയിരിക്കും നമുക്ക് അതിനെപ്പറ്റി അതിനകത്തൊരു വഴി തെളിയിക്കുന്നത്. നാടക റിഹേഴ്സൽ പോലെ ഓരോ ദിവസവും റിഹേഴ്സൽ ചെയ്ത് 10-30 ദിവസം കൊണ്ടാണ് നാടകത്തിൽ കഥാപാത്രം നമ്മൾ എത്തിക്കുന്നത്. സിനിമയിൽ അതല്ലോ, അന്ന് വേഷം കെട്ടി അപ്പം മോനെ എടുക്കുകയല്ലേ. അതിനകത്ത് ഈ പറഞ്ഞ സൈക്കിളിൽ കയറുന്നല്ലേ, കയറി കിട്ടിയാൽ നമുക്കങ്ങ് പോവാം. അതുപോലെ ഈ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോഴും ഹ്യൂമർ ചെയ്യുമ്പോഴും ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ 100 വയസ്സുകാരനെ ചെയ്യുമ്പോഴൊക്കെ ഈ ശബ്ദത്തിലുള്ള വേരിയേഷൻ, മോഡുലേഷൻ, സ്പേസ്, ശരിക്കും പറഞ്ഞാൽ സൗണ്ട് മോഡുലേഷന് പുറം രാജ്യങ്ങളിലൊക്കെ 2-3 വർഷത്തെ കോഴ്സുണ്ട് നടന്മാർക്ക്. ശബ്ദവിന്യാസം പഠിപ്പിക്കാൻ വേണ്ടി ഒരു കോഴ്സുണ്ട്. എങ്ങനെയായിരിക്കണം ശബ്ദവിന്യാസം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ വായിന്നല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ റിസോണൻസ്, നമ്മുടെ ശബ്ദം പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ലങ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് പല രീതിയിൽ പല തരത്തിലാണ് ശബ്ദം ഉണ്ടാകുന്നത്. കൊച്ചുകുട്ടികൾ പറഞ്ഞാൽ അമ്മേ
ഞാൻ ഇപ്പോൾ കോട്ടയം ഇതാണ് കൊച്ചുകുട്ടികൾ വർത്തമാനം പറഞ്ഞ വായിന്ന് ഇവിടുത്തെ വർത്തമാനം പറയുന്നത്. ഇത് കുറച്ച് പ്രായമായി വരുന്തോറുമാണ് ശബ്ദം മാറുന്നത്. അതാണ് ആൺകുട്ടികളൊക്കെ 10-12 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശബ്ദം മാറും. അതാണ് വല്ലാത്ത ശബ്ദം, വെള്ളിയൊക്കെ വരാൻ തുടങ്ങും. അവൻ പുരുഷനായിരുന്നതിൻ്റെ ഒരു മാറ്റമാണ്, അവൻ്റെ ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം അവൻ്റെ വോക്കൽ കോഡിലൊക്കെ മാറ്റങ്ങൾ വരും. ഈ പറഞ്ഞ അമ്മേ എന്ന് വിളിക്കുന്ന അമ്മേ 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 അങ്ങനെ മാറും. കണ്ടാ ആ ശബ്ദവിന്യാസങ്ങളും ഉണ്ടാകും. ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ അപ്പം ഇമോഷനിലും ആ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ ഇമോഷൻസിനൊക്കെ അപ്പോൾ ആ ഇമോഷൻ്റെ അനുസരിച്ചാണ് ശബ്ദം ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പം പൂക്കാലത്തിനകത്തെ ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞത് ഈ മേക്കപ്പൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഈ ചുളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ വലിയ പണിയാണ്. 2-3 മണിക്കൂർ വേണം അതിൻ്റെ മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ വെച്ചാൽ രാവിലെ മേക്കപ്പ് ചെയ്യുന്നിടം അന്നേരം ഇങ്ങനെ ഒന്ന് ലൂസായിട്ടങ്ങ് ഇരിക്കും. ഞാൻ 3-3.5 മണിക്കൂർ മേക്കപ്പിന് വേണ്ടി ഇരുന്ന് കൊടുക്കും. പിന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കും. പിന്നെ വൈകുന്നേരം 9 മണിക്ക് ഷൂട്ടിങ് തീരുന്നവരെ അങ്ങനെയായി ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മെൻ്റലി അല്ല, ഫിസിക്കലി ഈ മസിൽസൊക്കെ ലൂസാണ്. അവൻ്റെ കയ്യുടെ മസിൽ ഇപ്പോൾ കയ്യുടെ അംഗോഷങ്ങളൊക്കെ ഈ പ്രായത്തിൻ്റെ ഒക്കെ വരുന്ന കാര്യം അതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെയൊക്കെ ചുളിവുണ്ടാക്കിയിരിക്കുക. ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ചുളിവുണ്ടാക്കും. ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെ ഓരോന്നോരോ പീസാണ്. ഇവിടെ വലിച്ചിട്ടാണ് ഇവിടെ പീസ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചുളിവുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്താൽ പറഞ്ഞു പോകുന്നത്. അപ്പം അതുകൊണ്ട് ശബ്ദം ഞാനങ്ങനെ ആക്കി ഇവിടുന്ന് ശബ്ദം അതിൻ്റെ അപ്പം അതിൻ്റെ വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ശബ്ദവിന്യാസം കൊണ്ട് മാത്രം ഞാൻ സൃഷ്ടിക്കുന്നതാണ്. ഇതൊക്കെ പറഞ്ഞു അത് ഞാൻ തന്നെ സൃഷ്ടിക്കുന്നത്, അല്ലാതെ ഞാൻ കഥാപാത്രമായതല്ല. ഞാൻ പറഞ്ഞ കാര്യം അതാണ് എൻ്റെ അടുത്തൊരു പരിപാടി. കംപ്ലീറ്റ്ലി അതായിട്ട് മാറുന്ന ഒരു പ്രോസസ് അങ്ങനെയില്ല. ഞാനങ്ങനത്തെ സംഭവമേ ഇല്ല. ചെല്ല് പറയുന്നത് അങ്ങനെ ഞാനങ്ങനെ മാറുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ ശബ്ദത്തെയും എല്ലാം ആ ആൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പം ഞാൻ ഈ എനിക്ക് ഡബ്ബിങ് തിയേറ്ററിൽ നമ്മളെന്താ ചെയ്യുന്നത്? ഡബ്ബിങ് തിയേറ്ററിൽ നമ്മൾ അഭിനയിച്ചു, നമ്മുടെ കൂടെ ആൾ അഭിനയിക്കുന്നുമില്ല. നമ്മൾ ആ സിറ്റുവേഷൻ ഉണ്ടെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണുമ്പോൾ ആ ശബ്ദം നമ്മൾ കൊടുക്കുകയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അഭിനയിച്ചപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇമോഷൻ്റെ കുറച്ചെങ്കിലും ഉണ്ടാവണം, എന്നാലേ ഈ ഇതൊക്കെ ശബ്ദം വരും. ഇപ്പം നമ്മൾ അതിനകത്ത് അഡ്വക്കേറ്റോടൊക്കെ ഇങ്ങനെ ഇയാളോട് അങ്ങനത്തെ മൂടലൊക്കെ ഉണ്ട്. അത് ആളില്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെ അയാളോട് തോന്നുന്നത്? അതൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ നമ്മൾ അതായിക്കഴിഞ്ഞാൽ പറ്റുമല്ലോ. അത് നമുക്ക് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഞാനിപ്പോൾ കൃത്യം ഇങ്ങനെ ശബ്ദം ഇഷ്ടം പോലെ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൽ കൂടെ എങ്ങനെയാണ് ശബ്ദം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനെന്ന ഇൻസ്ട്രുമെൻറ്റിൽ കൂടെ ഇഷ്ടംപോലെ ശബ്ദങ്ങൾ വിന്യസിപ്പിക്കാൻ എനിക്ക് പറ്റണം. അപ്പോൾ ആ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതാണ്. ഞാൻ ഇപ്പം എന്താ റൈഫിൾ ക്ലബ്ബ് അതിനകത്ത് ഞാൻ കുറച്ചും കൂടി പരത്തി അവരെ ആണോ എന്താ അത് വ്യത്യസ്തമാണ് കുറച്ച്. ഞാൻ ഇങ്ങനെയല്ല എൻ്റെ ശബ്ദം. അപ്പം അത് അങ്ങനെ ഓരോ ക്യാരക്ടറിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താം. വലിയ ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്നത് നമുക്ക് എല്ലാത്തിനും അങ്ങനെ മാറാൻ പറ്റില്ല. ബേസിക്കാണ് നമ്മുടെ അതൊക്കെ ഉണ്ടാവും. മാക്സിമം ഒരു നടന് വളരെ വ്യത്യസ്തമായിട്ടെന്നൊക്കെ പറയാനൊരു 5-6 ക്യാരക്ടേഴ്സ് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കി നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും കൊണ്ടല്ല നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. ഈ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്ര കാലം നിൽക്കുമ്പോൾ നമ്മുടെ ബോഡീനെയും നമ്മുടെ മനസ്സിനെയും നിലനിർത്തുക, അതൊരു ആരോഗ്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. ഞാൻ എൻ്റെ ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ ഞാൻ പഴങ്കഞ്ഞിയും കുടിക്കും, ചില്ലി ചിക്കനും കഴിക്കും, കപ്പയും കഴിക്കും, എന്തും കഴിക്കും ഞാൻ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഭക്ഷണക്രമങ്ങൾ രാവിലെ ഇന്നതും അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരുപാട് ഭക്ഷണം ഞാൻ കഴിക്കും. വലിച്ചുവാരി കഴിക്കുന്ന സ്വഭാവം എനിക്കില്ല, പണ്ടുമില്ല ഇപ്പോഴും ഇല്ല, അത്രേ ഉള്ളൂ. വേറെ എല്ലാം കഴിക്കും, എല്ലാവരും കഴിക്കുന്ന എല്ലാ വിഷയങ്ങളൊക്കെ തന്നെ ഞാൻ കഴിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ചില ദിവസം ഉണക്കക്കപ്പ കഴിക്കുന്നത്, ഉണക്കക്കപ്പ കഴിക്കും, അങ്ങനെ എന്തും ഞാൻ കഴിക്കും. അങ്ങനത്തെ ഒരു എനിക്ക് ഞാൻ സാധാരണ വെറും സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്.
വെറും സാധാരണ ഞാൻ എന്താണോ വിജയരാഘവൻ അല്ലെ കുട്ടൻ എന്താണോ കുട്ടനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റും. ഞാനിവിടുത്തെ ഞാനായിട്ട് മാത്രം, ഞാനല്ലാതെ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ എൻ്റെ സിനിമാ നടൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ വേറെ പുറത്തൊക്കെ ആകുമ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അത് നമ്മളറിയാതെ നമ്മൾ വേറൊന്നും ആകാനുള്ള ചിലപ്പോൾ ഉണ്ടാവാം. എനിക്കങ്ങനെയല്ല, ഞാനായിട്ടിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ വേറെ ആളാകാം, വേറെ ക്യാരക്ടറിൻ്റെ വേറെ മാനറിസങ്ങളോ സംസാര രീതിയോ ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഞാനായിട്ട് അപ്പോൾ അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഞാനെന്ന വ്യക്തിയായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ സിനിമാ നടൻ എന്നുള്ള ആ ഒരു ലേബലേ എനിക്കില്ല. ഞാൻ കരുതുന്നില്ല അതിനെപ്പറ്റി. എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ജോലി എന്നുള്ള രീതിയുണ്ട്. ഈ എല്ലാ ആൾക്കാരും സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് ഹീറോ ആവണം എന്നായിരിക്കും ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഒരു കാലത്ത് അടുപ്പിച്ച് 4-5 സിനിമകൾ ഹീറോ ആയിട്ട് അഭിനയിച്ചു. 3-4 10 സിനിമ അഭിനയിച്ചത്. ഓക്കെ. മാത്രമല്ല ഞാൻ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്ന ഹീറോ ആയിട്ടാണ്. ആദ്യം അഭിനയിക്കുക മീൻസ് സുറുമയിട്ട കണ്ണുകൾ 83 റിലീസായ പടം. 82 ഞാൻ അഭിനയിക്കുന്നു, 83 റിലീസായി. അതിനകത്ത് ഞാൻ ഹീറോയാണ്. ആ പടം 8 നില പൊട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹീറോ എന്നുള്ള സംഭവമൊന്നും. പിന്നെ ഞാൻ സുറുമയിട്ടകത്ത് അഭിനയിക്കാൻ പോയപ്പോൾ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇറങ്ങി. അപ്പം റോഡ് കുറച്ച് അകത്തോട്ട് പിന്നെ മണലാണ്, കടലിൻ്റെ തീരത്ത് ഒരു പൂമരച്ചിൻ്റെ ചുവട്ടിലാണ് ഷൂട്ടിങ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ പിള്ളേരൊക്കെ ഓടി വരുന്നുണ്ട് ഈ കാറ് കണ്ടിട്ട്. അപ്പം പിള്ളേരൊക്കെ ചുറ്റും കൂടി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാൻ നേരപ്പോൾ കാറ് പൊതിഞ്ഞു കുട്ടികളായി. കണ്ടാ സിനിമാ നടനാ സിനിമാടൻ. അങ്ങനെ സിനിമാടൻ്റെ കൂടെ ഞങ്ങൾ മുന്നേ പിള്ളേർ ചുറ്റും കൂടി ആരാ അവൻ സിനിമാടൻ. അപ്പം ആർക്കും എന്നെ അറിയാൻ പറ്റില്ല, പക്ഷെ സിനിമാടനാ. അപ്പം ഞാനപ്പം മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ സിനിമാടൻ ആണ്. ഞാൻ ആരാണെന്നോ എൻ്റെ അഭിനയം അവർ കണ്ടിട്ടില്ല, ഞാൻ എന്താണെന്നറിയില്ല, എൻ്റെ ഒരു സിനിമയായിട്ട് പുറത്തും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഹാലോ ഉണ്ട്, സിനിമാ നടൻ്റെ ഒരു ഹാലോ ഉണ്ട്. ആ ഹാലോയിലാണ് നമ്മൾ ആദ്യം കാണുന്നത് പ്രേക്ഷകർ. ഇപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ ആരാ. ഇപ്പോഴാണ് ഒരുപാട് സാധാരണ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത്. പണ്ട് അറിയപ്പെടുന്ന ആൾ വന്നാലേ ആൾക്കാരെ കൊണ്ട് വിശ്വസിക്കുകയുള്ളല്ലോ. പണ്ടത്തെ സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയരുതോ, അതല്ലേ സിനിമയിൽ എങ്ങനെ കയറും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ലേ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കുക. അപ്പോൾ സിനിമാ നടനുള്ള ഹാലോയിലാണ് ആൾക്കാർ നമ്മളെ പൊതിയുന്നതും നമ്മളെ കാണാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ അന്ന് ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമാടൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ആരാന്നറിയാതെ എൻ്റെ പുറകെ ഇത്രയും പേര് കൂടണമെങ്കിൽ അത് സിനിമയുടെ ഹാലോ ആണ്. അപ്പം ആ ഹാലോ ആണ് ഒരു പരിധി വരെ നടൻ എന്നുള്ള ഹീറോയെയും പൊതിയുന്നത്. നമ്മളെ പിന്നെ നടൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എന്നെ അറിയുന്നത്. നടൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് നടൻ എന്നുള്ള രീതി അറിയുന്ന സന്തോഷം. പിന്നെ പറഞ്ഞ അതിനുശേഷം ഈ ഏകലവ്യൻ, കമ്മീഷണർ, പിന്നെ അതായത് രഞ്ജിത്ത് പണിക്കർ, ഷാജിയുടെ പടങ്ങളിലാണ് ഞാൻ ഈ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ട് പെട്ടെന്ന് ആൾക്കാർ എന്നെ കാണാൻ കൈയടിക്കുകയൊക്കെ ചെയ്യും. സുരേഷ് ഗോപിയുടെ കൂടെയൊക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഹൈവേ. അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നീട് എൻ്റെ ഈ ആദ്യം സുറുമയിട്ട കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഈ പറഞ്ഞ ആരും വിളിച്ചില്ല. പിന്നെ ചന്ദ്രകുമാർ, PG വിശ്വംഭരൻ, ഇവരുടെയൊക്കെ സിനിമകളാണ് ഞാൻ അഭിനയിച്ചത്. ചന്ദ്രേട്ടനാണ് എന്നെ ആന എന്നുള്ള സിനിമയിൽ ഉയരിഞ്ഞ നാടകം വലിയ റോളാണ്. ആനയിൽ നല്ല ശ്രദ്ധേയ റോളാണ്. പിന്നെ PG വിശ്വംഭരൻ്റെ പിന്നിലാവ്, പിന്നെ അതിനുശേഷം ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, അതിനകത്ത് മെയിൻ വില്ലനാണ് ഞാൻ. 100 ദിവസം 100 ദിവസം ഓടിയ പടം. അത് ആദ്യമായിട്ട് എനിക്കൊരു മൊമെൻറ്റോ കിട്ടുന്നതിനാണ്. അതിനുശേഷമാണ് ഞാൻ ന്യൂഡൽഹിയിൽ അഭിനയിക്കുന്നത്. പക്ഷേ അത് മറ്റേത് അഭിനയിക്കുമ്പോഴൊക്കെ അതിനിടയ്ക്ക് ഞാൻ നാടകവും കളിക്കുന്നുണ്ട്. ഇപ്പം ന്യൂഡൽഹി ഭയങ്കരമായിട്ട് ഹിറ്റായപ്പം പിന്നെ ഫുൾ ടൈം, അന്ന് മുതലാണ് ഫുൾ ടൈം സിനിമയായത്. മറ്റതും സിനിമയുണ്ട്, പക്ഷേ 5-6 അങ്ങനെയൊക്കെയാണ്. പിന്നെ വന്നിട്ട് ഈ പറഞ്ഞില്ലേ വില്ലൻ വേഷങ്ങളും, പിന്നെ മേലെപ്പറമ്പിലാണ് വീട്, അങ്ങനത്തെ ചെറിയ വേഷങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. 1921 പപ്പുവേട്ടൻ്റെ മകനായിട്ട് അങ്ങനത്തെ ക്യാരക്ടർ. ആ സമയത്താണ് ഈ പറഞ്ഞ എങ്ങനെയോ ഈ പറഞ്ഞ വില്ലൻ ഹീറോ പറഞ്ഞ സംഭവത്തിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി. ഇതൊക്കെ എല്ലാം ഒരേ വ്യത്യസ്തമായ സംഭവം ചെയ്യാൻ പറ്റില്ല. അയാളുടെ വിജയം, ഒരു നായകനല്ലേ, നായക കഥാപാത്രം എല്ലാത്തിനകത്തും അയാൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ഒരു പ്രത്യേക ഫ്രെയിം ഉണ്ടാവും.
അപ്പോൾ അതൊരു നടന്നുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ട് അതൊക്കെ ചെയ്യത്തക്ക ഒന്നും സംഭവം ഇല്ല. എല്ലാം അയാളുടെ വിജയം മാനസികാവസ്ഥയൊക്കെ ഒന്ന് തന്നെ മിക്കവാറും. എനിക്ക് അതിനോട് അത്ര വലിയ അങ്ങനെ ഞാൻ പിന്നീടാണ് പിന്നെയല്ല 2000 അതിന് മുമ്പ് ഞാൻ അഭിനയിച്ച ക്യാരക്ടറുള്ള ഇപ്പോൾ അതിന് മുമ്പല്ലേ ശിവപ്പ മറ്റേ ഇതിനകത്ത് മാഫിയയിലെ ശിവപ്പ എന്ന ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാലിനെ സ്വാധീനമില്ലാത്ത ക്യാരക്ടർ. അത് പിന്നെ കിങ്ങിനകത്ത് ഒരു ആബ്സെൻ്റ് മൈൻഡഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഏകലവ്യൻ. അങ്ങനെ അരഞ്ചിയുടെ പടങ്ങളിലാണ് ഞാൻ വ്യത്യസ്തമായൊരു ശരിക്കും പറഞ്ഞാൽ ഏകലവ്യനാണ് എനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്താൽ മനുഷ്യൻ വിശ്വസിക്കും എന്ന് തോന്നൽ. എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ല, എനിക്ക് നാടകത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തൊരു വേഷം ചെയ്താലും പ്രേക്ഷകൻ വന്ന് സ്റ്റേജിൽ കാണുന്ന കഥാപാത്രത്തെയാണ്. അതിന് മുമ്പുള്ള നടൻ്റെ കഥയല്ല അവർ ഓർക്കുന്നത്, ആ കഥാപാത്രത്തെ മാത്രമേ കാണുന്നുള്ളൂ. സിനിമയിൽ അതല്ല, ഒരു ഇമേജും കൂടെ ഇൻ അഡീഷൻ ഉണ്ട്, ഒരു ഇമേജോട് കൂടിയാണ് നമ്മളെ കാണുന്നത്. അപ്പം ഞാനൊന്ന് ചെറുപ്പ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഈ ചേടാക്കടിയ അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ഒരു വെച്ചുകെട്ട് തോന്നുമോ എന്നെനിക്ക് ഭയം ഉണ്ടായിരുന്നു. അപ്പം അതൊരു വിശ്വസിപ്പിക്കൽ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ചേറാടിക്കറി ചെറിയൊരു ഓവർഡു ചെയ്തിട്ടുണ്ട്, ചെറിയ ഒരു പൊടിക്ക് കൂടുതലാണ്. പിന്നെ അത് പക്ഷേ അതേ സമയത്ത് അതേ ക്യാരക്ടർ തന്നെ രൗദ്രം എന്നുള്ള സിനിമ ചെയ്തു. മിക്കവാറും സ്വഭാവവും പ്രായവും ഒക്കെ ഒന്നാണ്, പക്ഷേ അതിനകത്ത് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്കറിയാം, അതിൻ്റെ ഒരു തോത് വ്യത്യാസമുണ്ട്. ആക്ടിങ്ങിൻ്റെ സമീപനത്തിൻ്റെ കാര്യം ഇപ്പോൾ വളരെ വിശദമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മറ്റതും ഓക്കെയാണ്, പക്ഷേ അത് സ്വല്പം ഒരു ചെയ്വന ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ അന്നത് വേണം, ഇല്ലെങ്കിൽ ആൾക്കാർ വിശ്വസിക്കില്ല. പെട്ടെന്ന് വിജയരാഘവനെ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യും. പൊറിജുമറിയും ജോസ് പോലുള്ള പിന്നീട് വന്ന സിനിമകൾ വരുമ്പം പ്രായം അതാണെങ്കിലും വേറൊരു ഭയങ്കര സട്ടിലായിട്ടാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ഏത് വേഷത്തിൽ വന്നാലും ആൾക്കാർക്ക് വിശ്വസിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ആൾക്കാർ അങ്ങനെ അവർ യൂസ്ഡായ അയാൾ അത് ചെയ്യും, അല്ല അയാൾ ഇത് ചെയ്യുന്നൊരു വിശ്വാസം നമ്മളെ പറ്റിയുണ്ട്. ആ വിശ്വാസം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യമാണ്. പ്രണവ് മോഹൻലാലുമായിട്ട്, നിവിൻ പോളിയായിട്ട്, വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ ആൻ്റണി പെപ്പെ, ഇവരൊക്കെ ആയിട്ട് ഏറ്റവും പുതിയ ജനറേഷനുമായിട്ട് അഭിനയിക്കുമ്പോൾ, ആസിഫ് അലി, ഇവരൊക്കെ ആയിട്ട് അഭിനയിക്കുമ്പോൾ ഉള്ള ഒന്ന് അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, അല്ലെങ്കിൽ അവർ നമ്മളിലേക്ക് എത്തണം. ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതിന് വലിയ കാര്യം ഞാൻ പറയും. എൻ്റെ അച്ഛൻ, ഞാൻ അച്ഛൻ്റെ ആത്മകഥ വായിച്ചിട്ടുള്ളവർക്കറിയാം, ആ ഒരു 10 ജന്മത്തിൽ ഒരാൾ അനുഭവിക്കേണ്ട അനുഭവം ഒരു ജന്മത്തിൽ ജീവിച്ചയാളാണ്. യുദ്ധത്തിൽ പങ്കെടുത്തു, ഒരു തൊഴിലുമില്ലാതെ ഇവിടുന്ന് ജോലി അന്വേഷിച്ച് തിരിഞ്ഞു പോയതാണ് മലേഷ്യയിൽ. ജോലി അന്വേഷിക്കുന്നു, അത്യാവശ്യം ജോലി കിട്ടുന്നു, അങ്ങനെ രാജ്യസ്നേഹം വളരുന്നു, INA ചേരുന്നു, സൂയിസൈഡ് സ്ക്വാഡിൽ ചേർന്നു. ഭാഗ്യത്തിന് തോറ്റു പോയതുകൊണ്ട് മരിച്ചില്ല എന്നേ ഉള്ളൂ. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, ഈ ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുന്നു, സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ അച്ഛൻ പെരുമാറാത്ത മേഖലകളില്ല. അങ്ങനെ ഒരാൾ എന്നോട് പെരുമാറുന്ന മകനെ പോലെയല്ല, ഫ്രണ്ടിനെ പോലെയായിരുന്നു. മനസ്സിലായോ? അച്ഛനെ ഞാനോട് എനിക്ക് ബഹുമാനം അച്ഛൻ പറയുന്നത് അപ്പുറം. അച്ഛൻ മരിക്കുന്നവരെ അച്ഛനോട് ചോദിക്കാതെ ഞാൻ കാര്യം ചെയ്യില്ലായിരുന്നു, അത്രമാത്രം ബഹുമാനമായിരുന്നു അച്ഛൻ. ഇഷ്ടമായിരുന്നു, ഞങ്ങൾ തമ്മിൽ അത്ര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ അച്ഛൻ്റെ മകനിപ്പം ഞാൻ എൻ്റെ മകനോട് അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. എനിക്ക് നിവിൻ പോളിയോടും ഇവനോടും പ്രണവിനോടും അപ്പുവിനോടും ഇവനോടൊക്കെ പെപ്പയോടൊക്കെ അങ്ങനെ പെരുമാറാൻ പറ്റും. പെപ്പയൊക്കെ അവൻ്റെ എന്ത് വേണം എന്നോട് സംസാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ നമുക്ക് ഒരർത്ഥമുള്ളൂ ജീവിതത്തിൽ. അല്ല ഞാനെന്തിനാ ബലം പിടിക്കുന്നത്? ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളത്? ഞാൻ കുറച്ച് നാൾ മുമ്പ് ജനിച്ചു, ഇത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അവരെക്കാളും വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല എനിക്ക്. അവനറിയാവുന്ന പല കാര്യം എനിക്കറിയില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാവുന്ന കൊള്ളാം. ഇന്നലെ രാത്രി ഞാൻ കിടന്നിറങ്ങും, എൻ്റെ കൊച്ചുമോൾ എൻ്റെ കൂടെ വന്ന് കിടന്നു. അവൾ രാത്രി ആയപ്പോൾ അവൾ കഥ പറയണം. ഞാനൊരു കഥ പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛാ പിന്നെ ഇങ്ങനെ അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾ പകൽ കിടന്ന് ഉറങ്ങി. അത് ഞാൻ എൻ്റെ കയ്യും കിടന്ന് ഞാനൊരു മയക്കം പിടിച്ചു. അച്ഛാ എന്താ ചേച്ചാ ഈ സോളാർ എന്താ? സോളാർ ഞാൻ എന്തേ അല്ലേ സോളാർ എന്താ? അപ്പോൾ ഞാൻ സോളാർ എനർജി ഉണ്ട്, നമ്മുടെ വീട്ടിൽ ലൈറ്റ് നമ്മൾ സോളാർ പാനൽ വെച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സോളാർ സൂര്യനെ സംബന്ധിച്ച് അങ്ങനെ അവളോട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അത് ഞാൻ മനസ്സിലായി, ദൈവമേ 4 വയസ്സുള്ള കൊച്ച് സോളാർ, എനിക്ക് സോളാർ എന്നുള്ള വാക്കറിയില്ല 4 വയസ്സിൽ. സോളാർ എനർജിയെ പറ്റി അവൾക്ക് എന്തോ തോന്നിയിട്ടില്ലേ. കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഇളയ
മൂത്ത മകൻ അവർക്ക് UK അവൻ്റെ 2 മക്കളുണ്ട്. ഒന്നിൻ്റെ പേര് അദൃത്തും മറ്റേത് വീരു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവള് വീച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിച്ചേട്ടനും വീച്ചനും ഒക്കെ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയാണ്. എന്നുവെച്ചാൽ എന്തേ അത് നമ്മൾ താമസിക്കുന്ന ഭൂമിയിലാണ് അവരും താമസിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ തന്നെയാണ്. നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പം ഞാൻ കുറച്ച് അവർക്ക് 4 വയസ്സുകാരിക്ക് മനസ്സിലാകേണ്ട രീതിയിൽ ഭൂമിയെ പറ്റി പറഞ്ഞു, അവനെ പറ്റി പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ മയക്കം പഠിച്ചു ഇവൾക്ക് ഉറക്കം വരുന്നില്ല ആ കാര്യം. അച്ഛാ ഈ ചന്ദ്രനാണോ നമുക്ക് രാത്രി വെളിച്ചം തരുന്നത്? ഞാൻ 4 വയസ്സിൽ നമുക്ക് വല്ലതും അറിയാവോ? സോളാർ എന്നുള്ള വാക്കെന്നാണ് ഞാൻ പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ് അവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നത്, ABCD പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ അവർക്ക് എത്ര ഇംഗ്ലീഷ് പാട്ടറിയാം? കാലത്തിനനുസരിച്ച് മാറി. അപ്പം കുട്ടികൾ നമ്മളെക്കാളും ഒരുപാട് അറിയാം. അപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന കുട്ടികൾ അവന്മാരെ കണ്ട സിനിമകൾ എത്ര ലോക സിനിമകൾ ഞാൻ കണ്ടതിൻ്റെ 100 സിനിമ അവന്മാർ കണ്ടിട്ടുണ്ട്. അഭിനയത്തിനെ പറ്റി എന്നെക്കാളിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. പിന്നെ അവർക്ക് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത്രയും നാളും ഉള്ള ഒരാളാണെന്നല്ല അവർ കുട്ടിക്കാലം പോലെ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ആയിരിക്കാം അവർക്ക് തോന്നുന്നത്. അതൊന്നും ഇല്ലാതാക്കാത്തല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തന്നെ വലിയ ബലം പിടിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ അഭിനയത്തിൻ്റെ? അങ്ങനെ ഞാൻ പഠിപ്പിക്കൂ ഞാനാലും ഇത് അന്നേ അഭിനയം ആരെയും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യം ആരെയും ഒരിക്കലും. എനിക്ക് ഇത്രയും നാളായിട്ട് തോന്നുന്നു വാട്ട് ഈസ് ആക്ടിങ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക, എന്താണ് അഭിനയം? ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. കൃത്യമായൊരു ഡെഫിനിഷൻ പറയാൻ പറ്റില്ല അഭിനയത്തിന്. അപ്പോൾ പിന്നെ അഭിനയം എങ്ങനെ പഠിപ്പിക്കുന്നത്? പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വേണേൽ പറയാം. അല്ല ഈ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ എങ്ങനെ ചില നിർദ്ദേശങ്ങളും അങ്ങോട്ട് പോകാനുള്ള ചില വഴികളും ഒക്കെ പറഞ്ഞു. മോനെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടെന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ വഴി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ചില വഴികൾ പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ. അത് സംഭവിക്കേണ്ടത് നടനിൽ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അത് എന്താണ് ആ സംഭവിക്കേണ്ടത് നടനിൽ സംഭവിക്കേണ്ട കാര്യമാണ്. നടനിൽ ആ സംഭവം സംഭവിക്കുന്നു, അത് കഥാപാത്രത്തിലൂടെ പുറത്തോട്ട് എത്തിക്കേണ്ടതും അവൻ തന്നെയാണ്. അതിനെ ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും പോലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പം എൻ്റെ അച്ഛൻ ഇതൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. പക്ഷേ അച്ഛൻ എന്നെ അഭിനയിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ എന്നിലുണ്ടാവേണ്ട കാര്യമാണ്. അതിപ്പം നമുക്ക് അവരോട് ഷെയർ ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാനങ്ങനെ ഒരിക്കലും അവരെ ചെയ്യാൻ വേണ്ടി അതൊന്നും പറയില്ല. അച്ഛനിൽ നിന്ന് പഠിച്ചിട്ട് ഇപ്പോഴും ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, വ്യക്തി എന്നുള്ള രീതിയിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും അച്ഛനിൽ നിന്ന് പഠിച്ചിട്ട് ഇപ്പോഴും കൂടെ ഒരു കൊണ്ടു നടക്കുന്ന ഒരു ഗുണം? സത്യസന്ധമായിട്ട് ജീവിക്കുക എന്നുള്ളത്. ജീവിതം എന്നുള്ളത് ഒരിക്കലും ഉള്ളത് ജീവിക്കാനുള്ളത് തന്നെയാണ്. അത് അല്ലാതെ അടുത്ത ഒരു നമുക്ക് നാളേക്ക് മാറ്റി വയ്ക്കാം. ഇന്നത്തെ ജീവിതം ഇന്ന് ഈ നിമിഷമാണ് ജീവിതം എന്ന് പറയുന്നത്. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. ഇതാണ് ഈ നിമിഷം നമ്മൾ എന്താണ് അതിനോട് സത്യസന്ധമായിട്ട് പെരുമാറുക. എൻ്റെ അഭിനയത്തിലും അത് തന്നെയാണ്. അന്നേരം നമ്മൾ അതിനോട് സത്യസന്ധമായിട്ട് പെരുമാറുക, ജീവിതത്തിലും സത്യസന്ധമായിട്ട് പെരുമാറുക. പിന്നെ മനുഷ്യനല്ലേ ഈ പറഞ്ഞ നമുക്ക് ചില എല്ലാ ജീവിക്കും ഒരു അടിസ്ഥാന ആവേഗങ്ങളുണ്ടല്ലോ, ഫണ്ടമെൻ്റൽ ഡ്രൈവ്സ് ഉണ്ട്. ഈ അടിസ്ഥാന ആവേഗങ്ങളിൽ ചിലപ്പം നമുക്ക് തോന്നുന്ന മൃഗത്തിൻ്റേതായ സ്വഭാവമൊക്കെ മനുഷ്യനുണ്ടാവാം. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് സൊസൈറ്റി നമ്മൾ വളരുമ്പോൾ സൊസൈറ്റി അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അല്ലാതെ ചിലപ്പോൾ നമുക്ക് തോന്നലുണ്ടാകും അതൊക്കെ ശരി സൊസൈറ്റിക്ക് പറ്റുന്നതല്ല എന്നൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്ന. ഇപ്പം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് അന്യൻ്റെ സ്വാതന്ത്ര്യം, ഇപ്പം എനിക്ക് നടക്കാൻ സ്വാതന്ത്ര്യം ഞാനിങ്ങനെ കൈ വീശു പോവും, മറ്റവൻ്റെ മേത്ത് കൊള്ളൂല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ മൂക്കിരറ്റം വരെ എന്ന് പറയുന്ന പോലെ അതനുസരിച്ച് സഹജീവികളോട് ഭംഗിയായിട്ട് പെരുമാറി സുഖമായിട്ട് ഞാൻ ഈ നിമിഷം നന്നായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ബീറ്റ ജനറേഷൻ വരികയാണ്. അപ്പോൾ ഈ ബീറ്റ ജനറേഷനിൽ എത്തി നിൽക്കുമ്പോൾ അവരിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കും. ഞാൻ ബീറ്റയാണല്ലോ, പിന്നെന്താ അവരിൽ നിന്ന് പഠിക്കാൻ. ഞാൻ അപ്പം അവിടെ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പം അടുത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതം ഭയങ്കര ഭാഗ്യമല്ലേ, 2 നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റുക. ഈ പറഞ്ഞ ഇവിടെ ടെലഫോൺ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല, പോസ്റ്റ് ഓഫീസിലേ ഉള്ളൂ. അന്ന് എവിടെയെങ്കിലും ആരെങ്കിലും വിളിക്കണമെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്യണം. STDക്ക് മുമ്പ് ട്രങ്ക് ബുക്ക് ചെയ്യാവുന്ന പരിപാടിയാണ്. അത് അവിടെ പോയി വേണം. പിന്നെ നമുക്ക് നാടകമൊക്കെ ബുക്ക് ചെയ്യുന്ന എൻ്റെ ഓർമ്മയിൽ കൺഫേം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൺഫേം ടെലഗ്രാം അടിക്കുക,
ഈ അത് പോസ്റ്റ് ഓഫീസിൽ പോയി കട്ട കട കടട എന്ന് പറഞ്ഞ് മറ്റേ കൂടെ ഈ ടെലഗ്രാഫിക് ഇതിൽ കൂടിയാണ് മെഷീനിൽ കൂടിയാണ് വിവരങ്ങൾ അറിയിക്കുന്നത്. ഞാനന്ന് പൊക്കോളെ ഈ റോഡ് ടാർ ചെയ്യാത്ത റോഡാണ്. സ്കൂളിൽ പോകുന്നത് അന്ന് എല്ലാ കുട്ടികളും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. എല്ലാ കുട്ടികളും പേരൻസ് കൊണ്ട് വീട്ടിൽ കൊണ്ട് സ്കൂളിൽ വിടുന്ന പരിപാടിയേ ഇല്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടുന്നൊരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നടന്നാണ് പോകുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരം, 4-4.5 കിലോമീറ്റർ കുടമാളൂർ. ഞങ്ങളെല്ലാവരും കൂടെ നടന്നാണ് പോകുന്നത്. ആ ഒരു കാലവും ഇപ്പോഴത്തെ കാലവും ഭയങ്കര വ്യത്യാസമല്ലേ. ഇന്ന് ഏത് കുട്ടിയാണ് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നത്? എല്ലാവരും കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിടുകയല്ലേ, അല്ല സ്കൂൾ ബസ് ഉണ്ടല്ലോ. എന്തൊരു മാറ്റമാണ്. അല്ല അത് മുതൽ നമ്മൾ നിസ്സാര കാര്യം പറയാം, അതുപോലെ ഭയങ്കര മാറ്റങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ കൂടെ ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്നില്ലേ? അവരോടൊപ്പം ഈ മുമ്പേ പറഞ്ഞ പോലെ അപ്പുവിൻ്റെ കൂടെയും പിന്നെ നിവിൻ്റെ കൂടെയും പെപ്പയുടെ കൂടെയും വിനീതിൻ്റെ കൂടെയൊക്കെ അവരോടൊപ്പം എനിക്ക് കഴിയാൻ പറ്റുന്നില്ലേ? ഞാനും അവർ തമ്മിൽ വേർതിരിവില്ലാതെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലേ? അവർ ചിലപ്പം മാറി നിന്നാലും ഞാൻ അങ്ങനെ മാറിക്കത്തക്ക സമ്മതിക്കുകയല്ല. അതല്ല വലിയ കാര്യമല്ലേ? ഇപ്പോൾ ഈ ആക്ടിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെ നമ്മുടെ ജനറേഷൻ കഴിഞ്ഞ് നാളേക്ക് എന്ന് ഇപ്പം ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന ഒരു നടിയോ നടനോ അല്ലെങ്കിൽ സംവിധായകനോ ഒരുപാട് പേര് ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേര്. ഫഹദ് നല്ല അല്ല, ഇപ്പം പിള്ളേരൊക്കെ മിടുക്കന്മാരല്ലേ, ഒരുപാട് പേരുണ്ട്, ഇത്ര പേരുണ്ട്. എല്ലാവർക്കും പിന്നെ ഈ പറഞ്ഞില്ലേ, ഓരോ വർഷം കഴിയുന്തോറും അവരതിൽ തന്നെ ഉറച്ച് നിൽക്കണം. അപ്പം അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ വന്ന കാലത്ത് ഇപ്പം ഞാനെന്നൊക്കെ ഇംഗ്ലീഷ് സിനിമ കാണുന്നത് അന്ന് കോട്ടയത്തെ സ്റ്റാർ തിയേറ്ററിൽ ഞായറാഴ്ച മോർണിംഗ് ഷോ വരും. അന്നേരം ഇംഗ്ലീഷ് സിനിമയേ ഉള്ളൂ. അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ. അന്നേരമാണ് പോയി ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്നത്. അല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് സിനിമ കാണുന്നത്? ഗൺസ് ഓഫ് നവറോൺ, 10 കമാൻഡ്മെൻറ്റ്സ്, പിന്നെ അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ ആ സമയത്ത് കണ്ടതാണ്. പിന്നീടാണ് പിന്നെ സിനിമ കാണണമെങ്കിൽ എറണാകുളത്തെ ശ്രീധർ തിയേറ്റർ എന്ന് ശ്രീധർ, അവിടെയായിരുന്നു ഇംഗ്ലീഷ് സിനിമകൾ വന്നിട്ടുണ്ട്. എറണാകുളത്ത് പോലും അവിടെ ഉള്ളൂ ഇംഗ്ലീഷ് സിനിമകൾ. പിന്നെ അല്ലെങ്കിൽ സൺഡേയിലേ ഉള്ളൂ, അത് മോർണിംഗ് ഷോയേ ഉള്ളൂ. ഇപ്പോഴത്തേ നമുക്ക് ഇതിനകത്ത് എത്ര സിനിമ വേണേൽ കണ്ടുകൊണ്ടിരിക്കരുത്. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് അവർക്ക് അഭിനയത്തിനെ പറ്റി എന്തൊക്കെ ലോക നടന്മാരെ പറ്റി അറിയാം അവർക്ക്. എനിക്കൊക്കെ എന്തറിയാം. അപ്പോൾ പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ അവർക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞില്ലേ, അതൊന്നും അവനോട് തന്നെ ഉണ്ടാവേണ്ട കാര്യമായത്. പിന്നെ ഇത് നിസ്സാര എല്ലാവർക്കും മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആർക്കും നടനാവാമെന്നൊക്കെ അത് ചുമ്മാ തോന്നല, നടക്കുന്ന കാര്യമല്ല. അത് ഞാൻ എഴുതി വെച്ച് തരാം. ചുമ്മാ ഒന്നും നടനാകാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ ഒരു 1-2 സിനിമയിൽ അഭിനയിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെങ്കിൽ അയാളുടെ നല്ല പരിശ്രമം വേണം. അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ലക്ഷ്യം വേണം നമുക്ക്. അതിനുവേണ്ടി പരിശ്രമം വേണം, എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളെ. അന്ന് ചേട്ടന് കിട്ടിയതുപോലെ നാടകത്തിൻ്റെ അനുഭവങ്ങൾക്ക് യാതൊരു സാധ്യത ഇപ്പോൾ ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. ചെറിയ തിയേറ്റർ വർക്ക്ഷോപ്പുകളൊക്കെ മാത്രമേ ഉണ്ടാവൂ. അപ്പം അങ്ങനെ ഒരു കാലത്ത് എങ്ങനെയാണ് ഇരിക്കണം ഒരു ആക്ടർ പ്രിപ്പയർഡ് ആവേണ്ടത് എന്ന്? ഇതൊക്കെ നമ്മളിൽ സംഭവിക്കേണ്ടതാണ്. ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടനിൽ സംഭവിക്കേണ്ട കാര്യമായത്. പണ്ട് അച്ഛൻ നാടകത്തിൽ റിഹേഴ്സൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞു, ഇയാൾ ഇന്നതാണ്, അയാൾ ജനിച്ചത് എവിടെയാണ്, വളർന്നത് എവിടെയാണ്, അയാളുടെ സാഹചര്യം ഇതാണ്, മറ്റാണ് മറിച്ചാണെന്ന് കഥ പറയും. കഥാപാത്രങ്ങൾ സഞ്ചരിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാകും, ഇയാൾ കറക്റ്റ്, അയാളെങ്ങനെ നടക്കണം എന്നൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് വരികയില്ല ഈ കാലം. അങ്ങനത്തെ ഒരു അവസ്ഥ വരും നമുക്ക്. അങ്ങനത്തെ അവസ്ഥയിൽ എത്തിക്കും അച്ഛൻ. നമ്മളെ കൊണ്ടൊരു മുനമ്പിക്കൊണ്ടെങ്കിൽ നിർത്തും. നമുക്കപ്പോൾ സ്റ്റേജിലേക്ക് കയറാൻ പറ്റില്ല. കയറിയാൽ തെറ്റാന്നറിയാം, എന്നാൽ അയാളായിട്ട് കയറുകയും വേണം. ഇങ്ങനെ ബ്ലോക്കിൽ നമ്മളെ പെടുത്തിയിട്ട് തള്ളിയിടുന്ന ഒരു പ്രോസസ്സുണ്ട്. ചിലപ്പോൾ അച്ഛൻ പെട്ടെന്ന് ദേഷ്യം നമ്മളെ ചീത്ത പറയും, പണങ്ങി പോയി എഴുന്നേറ്റ് പോവുക, അങ്ങനെ പെട്ടെന്ന്. അപ്പം നമുക്ക് ഷോക്കാവും. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. അങ്ങനത്തെ തള്ളിയിടൽ പരിപാടിയുണ്ട്. അത് അച്ഛൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ രീതിയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ബോധം വേണമെങ്കിൽ നമ്മൾ വായന അത്യാവശ്യം, നമ്മൾ വായന സ്വഭാവം ഒരു നല്ലൊരു നടനെ സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പണ്ടാണെങ്കിൽ മനോരമയിലും അന്നത്തെ കാലത്ത് മംഗളം, അങ്ങനെ കുറേ മാഗസീനുകളുണ്ട്. അതിനകത്തൊക്കെ കഥകൾ, നീണ്ട കഥകൾ വരും. അപ്പം ഇത് വായിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലൊക്കെ സാധാരണക്കാരൻ എങ്ങനെയാണ്
ഒന്നില്ലെങ്കിൽ ആ ആൾ ഞാനായിട്ട് ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ കാമുകനാണെങ്കിൽ കാമുകനായിട്ട് ചിലപ്പോൾ അയൽവക്കത്തെ ചേട്ടനെ മനസ്സിൽ വിചാരിക്കും, പെൺകുട്ടി അവൾ തന്നെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അവൻ വിചാരിക്കും അവനാണ് നായകൻ. അതിനകത്തെ ഔസേപ്പ് എന്നൊരു ക്യാരക്ടർ കാണും, കത്രീനയോട് പ്രണയം, അതായിരിക്കും കഥ. അപ്പോൾ ഇവൻ ശരിക്കും ഔസേപ്പാവും. അവൻ്റെ മനസ്സിൽ ആ കത്രീന്ന് അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്, ആ പെണ്ണിന് പോലും അറിയില്ല ഇവനെ. പക്ഷെ വായിക്കുമ്പം നമ്മുടെ മനസ്സിൽ നമ്മളതാകുന്നൊരവസ്ഥ വരും. ഇത് പറഞ്ഞ പോലെ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവാം നമ്മുടെ മനസ്സിൽ. അല്ലെങ്കിൽ വായിക്കുമ്പോൾ ചിലപ്പം അന്നത്തെ കാലത്ത് പ്രേം നസീർ, ആ കഥാപാത്രം പ്രേം നസീറായിട്ട് വരുന്നു, മറ്റേ ഷീലയായിട്ട് തോന്നുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്. തിയേറ്ററിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞില്ലേ, തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു തിയേറ്റർ അനുഭവം ഉണ്ടാകും. അത് നമുക്ക് വായനയിലുണ്ടാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് മീൻസ് അതിനുള്ള പാഷനും വേണം. അങ്ങനെയൊക്കെ. പിന്നെ ഈ പറഞ്ഞ എങ്ങനെ ഹൗ ടു സ്റ്റേജ് ബിസിനസ്സുകൾ, അങ്ങനെ ഒരുപാടുണ്ടത്. അങ്ങനെയൊന്നും ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ കാര്യങ്ങളോട് താല്പര്യമുള്ളവർക്കൊക്കെ മനസ്സിലാവും. അല്ലാത്തവർക്ക് നമ്മൾ കൊണ്ട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഈ സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അത് എക്സൈറ്റഡ് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് ആദ്യമേ കാണാനൊരു ആഗ്രഹം ഇപ്പോഴും ഉണ്ട്? അങ്ങനെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ കിഷ്കിന്താകാരനെ തിയേറ്ററിൽ പോയി കണ്ടു. എല്ലാവരുടെയും കൂടെ പോയിരുന്നു കണ്ടത്. ആ തിയേറ്റർ ഞാൻ മറ്റേ നമ്മുടെ ഏറ്റുമാനൂർ പ്രേക്ഷകരുടെ കൂടെ ഇരുന്നാണ് കാണുന്നത്. നല്ലതാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടാണ് പോയി കണ്ടത്. പക്ഷേ എനിക്ക് കണ്ടുകൊണ്ട് അത്ര വലിയൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല. അതാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഞാൻ ആ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചായിരുന്നു ആദ്യം. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ടായിരുന്നു. ക്യാരക്ടറും അതും ഇതുമൊക്കെ വിഷ്വലി വേറെ സ്ഥലങ്ങളും ഒക്കെയാണ്. പക്ഷെ എന്തോ നമ്മളൊരു ബോധം ഉണ്ടാകും. പപ്പുപിള്ള, മകന്, മകള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആ കഥ ഓരോ സിറ്റുവേഷനും ഫസ്റ്റ് വായിക്കുമ്പോഴൊരു സംഭവമുണ്ടല്ലോ, അത് നമ്മൾ ഭയങ്കരമായിട്ട് എന്നെ ഭരിക്കുന്നൊരു കാര്യം അത്. അങ്ങനെയൊക്കെ എനിക്ക് ക്യാരക്ടേഴ്സിനെ പറ്റിയൊരു ബോധം ഉണ്ടാകും. ഇപ്പം ലീല എന്ന് പറഞ്ഞ സാധനം രഞ്ജിത്തിൻ്റെ ഒരു കഥ സ്ക്രിപ്റ്റ് ചെറുകഥയുണ്ട്. കുടമാളൂർ ഉണ്ണി, ആറുണ്ണി, ഇവിടെ അടുത്താണ് കുടമാളൂർ ഉണ്ണിയുടെ വീട്. ഉണ്ണി എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പം ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളത്. അപ്പം രഞ്ജിത്ത് പറഞ്ഞ് ഇവിടെ ആ ലീലയൊന്ന് വായിക്കണം. ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് വായിക്കേ, ഞാൻ ചെന്ന് ഒന്ന് വായിക്കപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വായിച്ചപ്പോൾ ഞാൻ കൊള്ളാം, നമ്മൾ സിനിമയാക്കാൻ പോവാം ഇത് വായിച്ചെങ്ങനെ ഞാൻ കൊള്ളാം. പിന്നൊന്നും പറഞ്ഞില്ല പുള്ളി. അത് കഴിഞ്ഞ് എന്താ പിന്നെ പറഞ്ഞു, എന്താ ഈ ഒന്നും കൂടെ വായിക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ വായിച്ചപ്പാ ഒന്നുകൂടെ വായിച്ചേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വായിച്ചു. അപ്പോൾ എന്നെ ചോദിച്ചു, അത് ഏത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിള്ളാച്ചൻ. എനിക്ക് വായിക്കുമ്പം എനിക്ക് എൻ്റെയിലേക്ക് എത്തുകയാണ് പിള്ളാച്ചൻ. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും പിള്ളാച്ചൻ, നമുക്ക് അത് ഞാനിങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കുമൊന്നും അല്ലത്. നമുക്ക് എവിടെ നിന്നൊക്കെ ഇതിൻ്റെ അംശങ്ങളൊക്കെ കിട്ടും. അത് ഈ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ട ആൾക്കാരുമായിട്ടോ അവരുടെ ചില ഡ്രസ് കോഡോ അല്ലെ സംസാര രീതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതെനിക്ക് ഡിഫൈൻ ചെയ്ത് പറയാനറിയാം. അതെങ്ങനെയൊക്കെയോ വരിക നമ്മളിലോട്ട്. അപ്പോൾ അത് തിയേറ്ററിൽ കാണുമ്പം അത്രയും ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ എക്സൈറ്റഡ് ആവില്ല. എനിക്കാകുന്നില്ല. ഞാൻ ആൾക്കാർ നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല ഈ ഒരു സിനിമകൾ അല്ല കൈയടിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ ആസ് എ ഫിലിം എന്നുള്ള രീതിയിൽ കാണുമ്പോൾ എന്നാൽ അറിയരുത്. നമുക്ക് ഈ എല്ലാ സിനിമയും നമ്മൾ ആ സീൻ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയരുത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ പ്രേക്ഷകർ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ അഭിനയിക്കാത്തൊരു സിനിമ ഞാൻ പോയി കാണുമ്പോഴും എല്ലാവരും കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കാണുന്നത്. ഞാൻ ചിലപ്പോൾ അതിൻ്റെ അഭിനയമായിരിക്കും നോക്കുന്നത്. ചിലപ്പോൾ ഞാൻ രണ്ടാമത് സിനിമ കാണുമ്പോഴത്തേക്കും ചില ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ സൈഡോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ആയിരിക്കും. ഞാൻ രണ്ടാമത് കൃഷ്ണന്താകാരനെ കണ്ടു. രണ്ടാമത് ഞാൻ പോയി കൃഷ്ണന്താകാരനെ കണ്ടപ്പോൾ ഞാൻ പ്രധാനം ശ്രദ്ധിച്ച അതിൻ്റെ എഡിറ്റിങ്ങാണ്. ഞാൻ എഡിറ്റിംഗ് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ടാമത് കണ്ടത്. അപ്പോൾ ഞാൻ സിനിമയല്ല കാണുന്നത്, അവിടെ അതിൻ്റെ വ്യത്യാസം. ഇപ്പം ചിലരൊക്കെ സിനിമയെ കണ്ടിട്ട് ചില ആധികാരികമായിട്ടൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ പറ്റി മ്യൂസിക്കിനെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരിക്കലും ഗംഭീര മ്യൂസിക്, ഗംഭീര എഡിറ്റിങ്, ഗംഭീര ക്യാമറ, ഭയങ്കര ഡയറക്ഷൻ നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളാണ്. അങ്ങനത്തെ അഭിപ്രായം എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ നല്ലതാണെന്നുള്ളതേ ഉള്ളൂ. ഗംഭീര മ്യൂസിക് എന്ന് പറഞ്ഞാൽ സിനിമ മോശമെന്ന് അർത്ഥം.
ഗംഭീര ക്യാമറ എന്ന് പറഞ്ഞാലും സിനിമ മോശം മുഴച്ചു നിൽക്കും. അതെ. പിന്നല്ലേ അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, അപ്പം സിനിമ മോശമാകുന്നുണ്ടല്ലേ. മൊത്തത്തിൽ എല്ലാം കൂടെ ഇപ്പം കിഷ്കിന്ധാകാന്ഡം കണ്ടപ്പോൾ നല്ല ബ്ലെൻഡായിട്ടുണ്ട്, നല്ല വർക്ക്, എല്ലാവരുടെയും വർക്ക്. ഇപ്പം നോക്കി ഡയറക്ടറുടെ വർക്ക്, എന്നെ എടുത്തു പറയേണ്ട എൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡയറക്ടറുടെ വർക്ക്, പിന്നെ കാസ്റ്റിങ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അതിന് പറ്റുന്ന ആൾക്കാരല്ലേ മൊത്തത്തിൽ എല്ലാവരും അതിനകത്ത്. ഈവൻ അതിനകത്തൊരു ചെറിയ വേഷം ചെയ്ത ആൾക്കാർ പോലും അത്, പിന്നെ ലൊക്കേഷൻ, അപ്പോൾ ആർട്ട് ഡയറക്ടർ, പിന്നെ ക്യാമറ, മറ്റേന്ന് വെച്ചാൽ ഇന്ന് വേണ്ട അതൊക്കെ ഒന്നിച്ച് സംഭവിക്കുന്ന കാര്യം. അതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് സിനിമയത്. അല്ലാതെ നല്ല അഭിനയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിനിമയാകുമോ? ഇല്ലല്ലോ. ഞാൻ എൻ്റെ സിനിമയുടെ പേര് പറഞ്ഞല്ലോ, സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അഭിനയിച്ചൊരു ക്യാരക്ടറുണ്ട്. ആ സിനിമ ആരും കണ്ടുപോലുമില്ല, ഭയങ്കര. അപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടർ പോയില്ലേ. അതുപോലെ ഈ ലീല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറിലൊന്നാണ്. പക്ഷേ അധികാരം കണ്ടില്ല, ഭയങ്കര വിഷമം തോന്നും. അതാണ് ശരിക്കും പറഞ്ഞ സിനിമ കാണുമ്പോൾ വിഷമം തോന്നുന്നത്. നമ്മൾ മനസ്സിൽ പിടിച്ച സാധനം ആൾക്കാരിൽ എത്തിയില്ലല്ലോ എന്നുള്ളതാണ്. അതാണ് എൻ്റെ വിഷമത്തിൻ്റെ കാര്യം. എത്തിയില്ലല്ലോ. ഇപ്പം നമ്മൾ കല്ലെറിഞ്ഞിട്ടേ ആ കല്ല് കൊള്ളേണ്ട സ്ഥാനത്ത് കൊണ്ടില്ലല്ലോ എന്ന് തോന്നുന്ന പോലെ തന്നെയാണിത്. ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം അത് ഓടിയപ്പം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞില്ലേ, ഓടിയില്ലായിരുന്നെങ്കിലോ ഇതേ വിഷമം നമുക്കുണ്ടാവും അല്ലേ. അതങ്ങനെ ഞാൻ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് കാണുമ്പം അത് നമ്മൾ ചെയ്യുന്നതാണ്. ഓരോ ഫ്രെയിം ടു ഫ്രെയിം നമ്മൾ ഡബ് ചെയ്യുമ്പോഴും കാണുന്നു. ഡബ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിം ടു ഫ്രെയിം കാണുന്നു. അങ്ങനെയല്ല ഡബ് ചെയ്യണം, ഇങ്ങനെ ശബ്ദം ഇങ്ങനെ മാറ്റിയാൽ കൊള്ളാം. ചില സംഭവങ്ങൾ നമ്മൾ അഭിനയിക്കുമ്പോൾ സ്വല്പം കൂടുതലാന്ന് തോന്നും. ഡബ് ചെയ്യുമ്പോൾ രണ്ടാമത് കുറച്ച് കുറയും. ഇപ്പം ചില സാധനം നമ്മൾ അഭിനയിച്ചിട്ട് പോകുന്നു, ചേട്ടാ ഒന്നുകൂടെ വരാം, നമുക്ക് 2 സാധനം വിട്ടു പോയിടും. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതൊന്നും കൂടെ ചെയ്യാമെന്ന് പറയും. ചെയ്ത സാധനം തന്നെ മാറ്റിയിട്ട് വേറെ മോഡുലേഷനൊക്കെ അത് മാറ്റി ചെയ്യും. ഭയങ്കര വ്യത്യാസം അത്. ഏറ്റവും പുതിയ സിനിമ വരാൻ പോകുന്നത് ഇനി ദാവീദാണ്. അതെ. അപ്പം ആൻ്റണി പെപ്പെ ആണ് മെയിൻ ഹീറോ ആയിട്ടുള്ളത്. തീർച്ചയായും അതൊരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിരിക്കും. ആൻ്റണി പെപ്പെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പെപ്പെ അതിനുവേണ്ടി അധ്വാനിച്ചത് ഒരു ബോക്സറായിട്ടാണ്. ബോക്സിങ് പഠിച്ച് ബോക്സറാകുന്ന ഒരു പ്രോസസ്സാണ്. അവനെ മെൻ്ററാണ് അവൻ്റെ. ശരിക്കും പറഞ്ഞാൽ അവനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അവൻ്റെ ഒരു ആശ എന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നല്ല സിനിമയായിരിക്കും. ഈ സ്പേസ് എന്ന് പറയുന്നത്, ഈ വീട് എന്ന് പറയുന്നത് കുഞ്ഞുനാൾ തൊട്ടേ അത്രയും സാഹിത്യകാരന്മാരും രാഷ്ട്രീയ EMS അദ്ദേഹം പിന്നെ ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അന്ന് തൊട്ടേ അവരെയൊക്കെ കണ്ട് വായിച്ചും ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അത് ഭയങ്കര ഒരു വലിയ. പിന്നെ ഞാനെപ്പോഴും പറയാം, ഞാൻ പറഞ്ഞ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടുമിക്ക സാഹിത്യകാരന്മാരായിട്ട് നല്ല അടുത്ത്. ഇപ്പോൾ MT സാറുമായിട്ട് അച്ഛൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ MT സാറ് പ്രസംഗിക്കുന്നത് അങ്ങനെയുണ്ട്. ഇവർ തമ്മിലുള്ള കൂട്ടായ്മയും അവരൊന്നിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെയുണ്ട്. MT സാറൊക്കെ ട്രെയിനെ വെച്ച് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, കുട്ടാന്ന് തന്നെ വിളിച്ചപ്പോൾ ഞാൻ കിടുങ്ങി. പണ്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. അതിന് സിനിമ വന്നിട്ടൊന്നും കുറേ വർഷങ്ങൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഓമൻ എങ്ങനെ ഇരിക്കുന്നു ഇപ്പം? ഓന അച്ഛൻ്റെ പെങ്ങൾ. അപ്പം അത്രമാത്രം പുള്ളിയുടെ മനസ്സിൽ പതിഞ്ഞ ആൾക്കാരാണ്. എനിക്കറിയില്ല അത്രമാത്രം പുള്ളിക്ക് ഓർമ്മയുണ്ടെന്നൊന്നും. തകഴിച്ചേട്ടൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതൊക്കെ അങ്ങനെ ഉണ്ട്. കേശവദേവ്, കാരൂർ നീലകണ്ഠപിള്ള, പിന്നെ ഈ DC കോട്ടയത്ത് അന്ന് നാഷണൽ ബുക്ക് സ്റ്റോറാണ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അതിനകത്ത് സാഹിത്യകാരന്മാരുടെ സംഘടനയാണല്ലോ. അവിടെ എല്ലാ സാഹിത്യകാരന്മാരും വരും. പൊൻകുന്നം വർക്കി സാറ്, മുട്ടത്ത് വർക്കി, പിന്നെ ഒരുപാട് പേര്, വേളൂർ കൃഷ്ണൻകുട്ടി സാറ്, പിന്നെ ആർട്ടിസ്റ്റ് ശങ്കരൻകുട്ടി ഒരാളുണ്ടായിരുന്നു, വരയ്ക്കുന്ന ഒരാൾ. എല്ലാ കവർ പേജുകളും അദ്ദേഹം വായിച്ചോളൂ. വളരെ ജീനിയസ് ആയിരുന്നു അങ്ങേര്. എത്ര പേര്, ഒരുപാട് പേര്. ഞാൻ ഉറൂബ്, മറ്റേ PC കുട്ടി, കുഞ്ഞാണ്ടി മാസ്റ്റർ, കുഞ്ഞാവ, തിക്കുടിയൻ മാസ്റ്റർ, ഇവരൊക്കെ ഞാൻ വളരെ നേരിട്ട് KT മുഹമ്മദ്, SL സദാനന്ദൻ, PJ ആൻ്റണി, പിന്നെ മുകേഷിൻ്റെ അച്ഛൻ ഓമാധവൻ ചേട്ടൻ, ചാച്ചപ്പൻ ചേട്ടൻ, ഗീതാ സ്റ്റോപ്പ്, നാടക ട്രൂപ്പ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ എല്ലാ സാഹിത്യകാരന്മാരുമായിട്ട് വളരെ, എന്നുവെച്ചാൽ അച്ഛനുമായിട്ടുള്ള പരിചയം. അപ്പം വന്ന് പറയുമ്പോൾ ഞാനീ പറഞ്ഞ വീട്ടിലെ എപ്പോഴും അച്ഛൻ എല്ലാ കാര്യത്തിനും വാ എന്നെ കൂടെ ഇരുത്തും. അല്ലെ ചായ എടുത്തോണ്ട് ഇരിക്കുന്ന ഇവന്
അപ്പോൾ ആ സംസാരത്തിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള അവർ കമ്പനി കൂടുന്നതും. EM ഇവിടെ വന്നിട്ടുണ്ട്. EM ഇവിടെ EMSൻ്റെ ഭാര്യ വീട് ഇവിടെ എടുത്താൽ കുടമാളൂർ തെക്കേടത്ത് മനയെന്ന് പറയും. അവിടുത്തെ അന്തർജനത്തിന് അദ്ദേഹം കല്യാണം ചെയ്തത്. ഒരിക്കലും ഈ ഉളച്ച മൂസ് തൊട്ടപ്പുറത്തെ വീടാണ് ഉളച്ച മൂസിൻ്റെ. അപ്പോൾ അവിടെ വന്നു. അങ്ങനെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. ഈ മോളെ അച്ഛനൊക്കെ ഇരുന്നു. പിന്നെ PKV അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം PKV ഇവിടെ താമസിച്ചിട്ടുണ്ട് 3-4 ദിവസം. അച്ഛനെ വലിയ കാര്യമായിരുന്നു. ഇതെല്ലാം അങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഇത്ര വളരെ അങ്ങനെ അതൊരു വലിയ ഭാഗ്യം എന്നല്ല, എന്താ പറയുക, അതിനകത്ത് ഭാഗ്യം എന്നല്ല പറഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവരോടൊത്തൊക്കെ ഒരു നിമിഷം കഴിയാന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വളരെ ജെനുവിനായിരുന്നു. ഇപ്പം തകഴിച്ചേട്ടനെ പറയും എന്തോ അങ്ങനെ ജ്ഞാനപീഠം വാങ്ങിച്ച ആൾ ലോകത്തിൽ മലയാള സാഹിത്യത്തിൽ ചെമ്മീൻ എന്ന് പറഞ്ഞ പുസ്തകം ലോകം മുഴുവൻ പ്രശസ്തമാണ്. അങ്ങേരെ പോലെ പ്രശസ്തനായ നോവലിസ്റ്റ് മലയാളത്തിൽ ആദ്യമായിട്ട് ലോകം അറിയുന്ന നോവലിസ്റ്റ് അദ്ദേഹമാണ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്ത് സിമ്പിളാണെന്നറിയും. ഒറ്റമുണ്ട് കൊടുത്തൊരു തോർത്തും തോളയിട്ടുകൊണ്ട് അമ്പലപ്പുഴ ഞങ്ങൾ നാടകം കളിക്കാൻ പോകുമ്പോൾ അവിടെ അച്ഛനെ കാണാൻ വരുന്നത്. ഒരു വെറും തോർത്ത് ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂലൊക്കെ അങ്ങനെയാണല്ലോ, പഴയ ഇന്റർവ്യൂലൊക്കെ തന്നെ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് ഇപ്പോൾ അവനെ അതറിയില്ല. പക്ഷേ പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ കാണുമ്പോൾ ഒന്നുമില്ല. അഡ്വക്കേറ്റ് ആണെന്ന് ഞാൻ പിന്നീട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ കോട്ടയത്തൊക്കെ അദ്ദേഹം വരും. ഈ SPCC അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയത്തൊന്നും താമസിക്കും. ഇനി എവിടെ ഞങ്ങൾ അമ്പലപ്പുഴ ആലപ്പുഴ നാടകം കളിക്കാൻ പോയാൽ തീർച്ചയായും വന്നിരിക്കും. അല്ല, അതേ സ്ഥലത്ത് അങ്ങനെയുള്ള ഓർമ്മകളിൽ തന്നെ ഇപ്പോഴും ഒരു ആർട്ടിസ്റ്റായിട്ട് തുടരുമ്പോൾ അതൊരു എനർജിയാണ് എപ്പോഴും. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടമാണ് എൻ്റെ ഏറ്റവും വലിയ എനർജി. എനിക്ക് അച്ഛനും ഈ പരിസരവും അത് വിട്ടിരിക്കും. ഞാൻ ഇവിടെ എറണാകുളത്ത് വീടൊക്കെ വാങ്ങിച്ചായിരുന്നു പണ്ട്. ഒരു 97 പക്ഷെ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ താമസിക്കുന്നൊരു ഇവിടെ ഈ പരിസരമൊക്കെ ഇപ്പം ഞാനായിട്ടിങ്ങനെ എനിക്കിപ്പോൾ ഈ നാട്ടിലൊക്കെ എന്തായാലും കുട്ടൻ വഴിയെ പോയാലും കുട്ടൻ അപ്പം നമുക്കൊരു നമ്മളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാലേ മറ്റൊന്നാകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ സിനിമാറിനായി കഴിഞ്ഞാൽ എനിക്ക് അപ്പം പിള്ളേ ആവാൻ പറ്റില്ല. അപ്പം എനിക്ക് എന്തും ആവാം. കാര്യം അഭിനയത്തിൻ്റെ ആ ഒരു പൂക്കാലം എന്ന് നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത്. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം.